നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ശശി തരൂർ വീണ്ടും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി, അല്ലെങ്കിൽ കോൺഗ്രസിനെ വെല്ലുവിളിച്ചുകൊണ്ടൊക്കെ ഒരു ലേഖനം ഇന്ത്യൻ എക്സ്പ്രസിൽ നൽകിയിരിക്കുകയാണ്. പരമ്പരാഗത പാർട്ടി വോട്ടുകൾ കൊണ്ട് മാത്രം കേരളത്തിലും കേന്ദ്രത്തിലും കോൺഗ്രസിനെ ഇനി അധികാരത്തിൽ വരാൻ കഴിയില്ലെന്ന് തരൂർ മുന്നറിയിപ്പ് നൽകുന്നു. അതിൻ്റെ കണക്കുകൾ ഒക്കെ സഹിതമാണ്. പക്ഷേ പാർട്ടിക്ക് തൻ്റെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ തനിക്ക് മറ്റു വഴികൾ ഉണ്ടെന്നുകൂടി തരൂർ ലേഖനത്തിൽ തുറന്നടിക്കുന്നുണ്ട്. സംസ്ഥാന കോൺഗ്രസിൽ നേതൃദാരിദ്ര്യം ആണെന്ന പരിഹാസം കൂടി ഈ തരൂർ ഈ ലേഖനത്തിൽ ഉന്നയിക്കുന്നുണ്ട്. വളരെ കൃത്യമായി തന്നെ. എന്നാൽ പാർട്ടിക്ക് എവിടെയൊക്കെയാണ് പരാജയപ്പെട്ടത്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് തിരുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ തനിക്ക് മറ്റു വഴികൾ കൂടിയുണ്ട്. തനിക്ക് നേരെ സംസ്ഥാന നേതൃത്വത്തിലുള്ള നേതാക്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക്, പരിഹാസങ്ങൾക്ക് തനിക്ക് മറുപടി ഉണ്ട് എന്നതുകൂടി തരൂർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായിരിക്കും തരൂരിൻ്റെ ഉദ്ദേശം എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം. നേരത്തെ പ്രധാനപ്പെട്ട സമുദായ നേതാക്കളുമായിട്ടെല്ലാം തരൂർ ചർച്ച നടത്തുകയും കേരളത്തിൻ്റെ നേതൃസ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ വരുന്ന ഒരു തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അടക്കം ഉയർത്തിക്കാട്ടി മത്സരിക്കണം എന്നുള്ള ഒരു പരോക്ഷമായ താല്പര്യമൊക്കെ തരൂർ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. എന്താണ് കോൺഗ്രസ് വിട്ട് ഇനി മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോകാനാണോ തരൂരിൻ്റെ തീരുമാനം, അതോ കോൺഗ്രസിനുള്ളിൽ തന്നെ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട സ്ഥാനമാണോ? അങ്ങനെ പല സംശയങ്ങൾ ഇടനൽകുന്നുണ്ട്. എന്തായാലും തരൂരിൻ്റെ വാക്കുകൾ പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ആ വിഷയം തന്നെയാണ് ന്യൂസ് 18 പൊതുവേദിയും ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വടകരയിൽ നിന്നും ശ്രീ ബാലകൃഷ്ണനാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ ബാലകൃഷ്ണൻ, നമസ്കാരം. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തരൂരിൻ്റെ ലക്ഷ്യം എന്താണ്? ഈ കോൺഗ്രസിന് പുറത്തേക്ക് പോകാനാണോ, കോൺഗ്രസിനുള്ളിൽ തന്നെ മറ്റ് ഏതെങ്കിലും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളൊക്കെ ലക്ഷ്യമിടുന്നുണ്ടോ? സാർ നമസ്കാരം. നമസ്കാരമുണ്ട്. ഇത് നമ്മൾ തർക്കിക്കുന്ന വിഷയമാണ്. കാരണം ശരി, ധൈര്യമായി തർക്കിച്ചോളൂ. ശശി തരൂർ BJP-യിലേക്ക് ലക്ഷ്യം വെച്ചിരിക്കുകയാണ് സാർ. BJP-യിലേക്കൊക്കെ പോകുമോ? അത് യാതൊരു സംശയവും വേണ്ട സാർ. ഈ തരൂർ അതിശക്തമായ രീതിയിലേക്ക് സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയമൊക്കെ തൻ്റെ പുസ്തകങ്ങളിലും ആശയങ്ങളിലും തൻ്റെ പ്രസംഗത്തിലുമൊക്കെ പറയുന്ന ആളല്ലേ? SM കൃഷ്ണൻ ആരായിരുന്നു സാർ? SM കൃഷ്ണനൊന്നും അങ്ങനെ യഥാർത്ഥത്തിൽ ഈ സംഘപരിവാർ വിരുദ്ധ ആശയങ്ങളുടെ ഒരു വലിയ അത്തരം പുസ്തകങ്ങൾ എഴുതുക, അല്ലെങ്കിൽ അത്തരം ലേഖനങ്ങൾ എഴുതുക സാധാരണ രീതിയിൽ സംസാരിക്കുന്നതിനപ്പുറത്ത് തരൂർ അങ്ങനെയല്ല, ആശയപരമായി തന്നെ സംഘപരിവാർ വിരുദ്ധനല്ലേ? പക്ഷെ സത്യത്തിൽ നരേന്ദ്രമോദി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അദ്ദേഹം നല്ലതെന്ന് ഏത് സാഹചര്യത്തിലും വിളിച്ചു പറയുന്നുണ്ടല്ലോ. നല്ലത് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിരൂക്ഷമായ രീതിയിലേക്ക് സംഘപരിവാർ ആശയങ്ങളെ വിമർശിക്കാറുണ്ട്. അതൊക്കെ സ്വാഭാവികം സാർ. സാർ കാരണം എന്താ വെച്ചാൽ കോൺഗ്രസിൽ നിന്നിട്ട് കോൺഗ്രസിന്റെ നേതൃത്വം അദ്ദേഹത്തിന് പുറത്താക്കുന്നത് അദ്ദേഹത്തിന് അറിയാം. ഇപ്പൊ തന്നെ രാഹുൽ ഗാന്ധി വിളിപ്പിച്ചു, ഒരു സംഭവം പറഞ്ഞിട്ടില്ല അന്ന് അദ്ദേഹം എഴുതിയതിനെ പറ്റി. അപ്പൊ സത്യത്തിൽ ശശി തരൂരിനെ പോലത്തെ നേതാവിനെ ഒരു കാരണവശാലും കോൺഗ്രസ് ഈ സാഹചര്യത്തിൽ പുറത്താക്കൂല. BJP-യിലൊക്കെ പോയാലുള്ള അവസ്ഥ ആകെ മോശമാവില്ലേ? അല്ലല്ല, അങ്ങനെയല്ല സാർ. അദ്ദേഹം പതിയെ BJP അടുക്കുകയാണ് സാർ. തരൂരിന് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ അദ്ദേഹത്തിനുള്ള പ്രതിച്ഛായ അടക്കമെല്ലാം നഷ്ടപ്പെട്ട് നാണക്കേടാവില്ലേ? അതെങ്ങനെയാ സാർ? BJP അത്ര നാണകെട്ട പാർട്ടിയാണോ സാർ? തരൂരിനെ ഇത്രയും കാലം എതിർത്ത ഒരു പ്രത്യയശാസ്ത്രത്തിലേക്ക് തരൂർ പോകുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അത് തരൂരിന് നാണക്കേടല്ലേ? അങ്ങനെയല്ല സാർ. ലോകരാജ്യങ്ങൾ മുഴുവൻ അംഗീകരിച്ച ഒരു പ്രധാനമന്ത്രിയല്ല ഇന്ത്യയിലുള്ളത്. പ്രധാനമന്ത്രി അംഗീകരിക്കുന്നത് ആ പ്രത്യയശാസ്ത്രത്തെ അംഗീകരിക്കുന്ന അർത്ഥമുണ്ടോ? എന്ത് സാർ? പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായാലും അവരെ ലോകം അംഗീകരിക്കും എന്ന് കരുതി ആ പ്രത്യയശാസ്ത്രത്തെ അംഗീകരിക്കണം എന്ന അർത്ഥമുണ്ടോ? ഇല്ലല്ലോ. അല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മുടെ ഇന്ദിരാഗാന്ധിയെ അംഗീകരിച്ചു. ആ സമയത്ത് കോൺഗ്രസിന്റെ ഭരണം ശരിയായിരുന്നു, നേരായിരുന്നു. അതേസമയം 77 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കോൺഗ്രസ്. ഇന്ദിരാഗാന്ധി ആകെ ലോകരാജ്യങ്ങളിൽ നാണം കെട്ടു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ലോകരാജ്യത്ത് ഇമേജുള്ള നേതാവും ഇമേജുള്ള മുന്നണിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. ശരി, ഓക്കെ. എന്തായാലും ശ്രീ ബാലകൃഷ്ണൻ അങ്ങനെ BJP-യിലേക്കാണ്. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്ത് നിന്ന്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? താങ്കളുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഈ തരൂർ. ഈ തരൂർ ഇടയ്ക്കിടയ്ക്ക് കോൺഗ്രസിനെ വെട്ടിലാക്കിക്കൊണ്ട് തനിക്ക് തന്റെ സേവനം പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ തനിക്ക് വേറെ വഴിയുണ്ട് എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും തരൂരിന്റെ ഉദ്ദേശം? നമസ്കാരം കിരൺ ബാബു. നമസ്കാരം. ഇത് അദ്ദേഹത്തിന് എനിക്ക് 28ാമത്തെ ദിവസം അദ്ദേഹത്തിന്റെ മാതാപിതാക്കള് അദ്ദേഹത്തെ ശശിയാക്കി. അതിനുശേഷം രാഷ്ട്രീയത്തിലോട്ട് വന്നതിന് ശേഷം അദ്ദേഹം പല ആവർത്തി അദ്ദേഹം ശശിയാണോ എന്ന് തെളിയിച്ചതാ. ഇപ്പോഴും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് പറ്റിയ ഒരു മാർഗം എന്ന് പറയുന്നത് മോദിയായിട്ട് പങ്കുചേർന്നുകൊണ്ട് മോദിയെ കൊണ്ട് അമേരിക്കയിലോ ഇല്ലെങ്കിൽ റഷ്യയിലോ റെക്കമെൻഡ് ചെയ്ത് കോൺഗ്രസ്സുകാർ തന്നെ ഇങ്ങനെ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് 4 തവണ തുടർച്ചയായി ജയിക്കുന്ന ഒരു നേതാവിനെ തള്ളി BJP-യിലേക്ക് വിടാൻ നിന്നാൽ നിങ്ങളുടെ പാർട്ടി എങ്ങനെ രക്ഷപ്പെടും? അല്ല,
ബി ജെ പിയിലോട്ട് വിടാനല്ല, ബി ജെ പി മോദിയെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിക്കണം. ശരി, അമേരിക്കയിലോ റഷ്യയിലോ ഒരു സ്ഥാനം വേണമെന്നും പറഞ്ഞു. അതൊക്കെ തരൂരിന് അല്ലാതെ തന്നെ കിട്ടില്ലേ? തരൂരിന്റെ ഒരു സ്ട്രേച്ചറൊക്കെ വെച്ച് തരൂരിന് ഐക്യരാഷ്ട്രസഭയിലൊക്കെ ഒരു ഇനി ഏതെങ്കിലും ഒക്കെ സ്ഥാനങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഏതെങ്കിലും ഒക്കെ പോസ്റ്റൊക്കെ കിട്ടണമെങ്കിൽ തരൂരിന് അല്ലാതെ തന്നെ കിട്ടില്ലേ? ഇനി തരൂരിന് ഇനി കേരളത്തിൽ നിന്നും ഒരു അസംബ്ലിയിലോ പാർലമെന്റിലോ ജയിച്ചു പോകാമെന്ന് വ്യാമോഹിക്കേണ്ട, വെറും വ്യാമോഹമായിരിക്കും അത്. ശരി, എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തരൂര് പുറത്തേക്കുള്ള ഒരു വഴിയിലാണോ അതോ തരൂര് മറ്റെന്തെങ്കിലും ലക്ഷ്യം വെക്കുന്നുണ്ടോ? തരൂര് ഒരു ലക്ഷ്യം വെക്കുന്നുള്ളൂ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുക എന്നുള്ള ലക്ഷ്യം. കാരണം CPM-ലേക്ക് വരിക എന്നതാണ് തരൂരിന്റെ ലക്ഷ്യം. കാരണം നമുക്കറിയാം BJP-യിലേക്ക് എന്തായാലും തരൂര് പോകാൻ സാധ്യതയില്ല. കാരണം കേന്ദ്രത്തിൽ അവിടെ പോയാൽ ഒന്നും കിട്ടാനൊന്നുമില്ല. അതുകൊണ്ട് BJP-യിലേക്ക് പോകില്ല. CPM-ലേക്ക് വരാം. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു. അപ്പൊ CPM-ലേക്ക് പോയിക്കൊണ്ട് നമുക്കിപ്പോ പറയുന്ന ഒരുപാട് കേൾക്കുന്നുണ്ട്. പിന്നെ തരൂര് പറഞ്ഞ എന്റെ വ്യക്തിപ്രഭമായ കാര്യം കൊണ്ടാണ് പിന്നെ തിരുവനന്തപുരത്ത് ഒരുപാട് പിന്നെ 4ാമത്തെ പ്രാവശ്യം ജയിച്ചത്. ഞാൻ ചോദിക്കട്ടെ, 4ാമത്തെ പ്രാവശ്യത്തെ ഭൂരിപക്ഷം എങ്ങനെയായിരുന്നു? ഭൂരിപക്ഷം എത്രയായാലും ജയിച്ചു എന്നുള്ളത് വളരെ പ്രധാനമാണ്. താങ്കൾ ആലോചിക്കണം അത്. സാറേ, ജയിച്ചു എന്നുള്ളത് കാര്യം തന്നെയാണ്, അത് ശരി തന്നെയാണ്. ഒരു വോട്ടിന് ജയിച്ചാലും അത് ജയിച്ചു തന്നെയാണ്. അങ്ങനെ ഒരു ചെറിയ വോട്ടിന്, നല്ല വോട്ടിന് തിരുവനന്തപുരം പോലുള്ള സ്ഥലത്ത് 4 തവണ ജയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അങ്ങനെയല്ല, 1ഉം 2ഉം 3ഉം സമയത്ത് ജയിച്ചതിന്റെ ആ ഭൂരിപക്ഷമാണോ ഇപ്പൊ? അങ്ങനെയല്ല, നേരത്തെ തരൂർ ഒരു തവണ കഷ്ടിച്ചാണ് ജയിച്ചത്. അതിനുശേഷമാണ് തരൂർ 1,99,900 ശിഷ്ടം ഭൂരിപക്ഷത്തിലേക്ക് തരൂർ ഉയർന്നതുമൊക്കെ. അതൊക്കെ സ്വാഭാവികമായും ഭൂരിപക്ഷം ഉയരുകയും താരയുമൊക്കെ ചെയ്തെങ്കിലും 4 തവണ ജയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. 4 തവണ ജയിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. കാരണം അതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം കേന്ദ്രത്തില് ഈ പ്രാവശ്യം കോൺഗ്രസ് വരുമെന്നുള്ള ഇതുകൊണ്ട് മാത്രമാണ് ജയിക്കുന്നത്. അല്ലാതെ തരൂരിന്റെ വ്യക്തിപ്രഭാവം കൊണ്ടൊന്നും ജയിക്കുന്നില്ല. താഴെക്കടയിലെ ജനങ്ങളെയൊക്കെ തരൂർ എന്ത് സ്വാധീനമാണ് കാഴ്ചവെക്കുന്നുള്ളത്? ഇതിപ്പോ ഒറ്റ ഇതേ ഉള്ളൂ. തരൂരിന് CPM ഇപ്പം പിണറായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു മുഖം ഇവിടെ മുഖ്യമന്ത്രിയായി വരാനില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പൊ ഈ ശശി തരൂരിനെ പോലെയുള്ളവർ വന്ന് ഇപ്പൊ AK ബാലനൊക്കെ പറഞ്ഞിട്ടില്ലേ, ക്രിസ്റ്റൽ ക്ലിയർ ആണ്. AK ബാലന്റെ ഭാഷയിൽ അതല്ലേ നമ്മള് സന്ദീപ് വാര്യറും ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. ലാസ്റ്റ് എത്തിപ്പിഴിഞ്ഞപ്പോ പൂരെ തെറി പറഞ്ഞത്. അതേപോലെ ശശി തരൂരിന് ശശി ആവുന്ന ഒരു അവസ്ഥ വരും. ശരി, എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. എന്തായാലും നമുക്ക് ഇത്തവണ നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ തിലകനാണ് തൃപ്പൂണിത്തുറയിൽ നിന്ന്. ശ്രീ തിലകൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തരൂരിന്റെ പോക്ക് എങ്ങോട്ടാണ്? ഹാപ്പി സൺഡേ. ഇന്ന് സന്തോഷത്തിന്റെ ഒരു ശരി, എന്താണ് ഇത്ര അങ്ങനെ? പൊതുവെ എല്ലാവർക്കും ഞായറാഴ്ച സന്തോഷമായിരിക്കട്ടെ എന്ന്. പുതിയ അവധി ദിവസമൊക്കെ ആയതുകൊണ്ട് മിക്കവാറും ആളുകൾക്കൊക്കെ സന്തോഷമാണ്. മാധ്യമപ്രവർത്തകരെയും പോലീസുകാരും അങ്ങനെയുള്ള ആരോഗ്യ പ്രവർത്തകർ അങ്ങനെയുള്ള കുറച്ച് ആളുകൾക്കാണ് അങ്ങനെ പ്രത്യേകിച്ച് ഈ അവധിയൊന്നും ഇല്ലാത്തത്. അതെ അതെ, എന്നാലും നിങ്ങളും സന്തോഷമായി. ശരി, നമുക്ക് എപ്പോഴും സന്തോഷമാണ്. അതെ, എടുത്ത ചർച്ച കൊള്ളാം. എനിക്ക് തോന്നണേ സാറേ, ഇന്നത്തെ ദിവസം നമ്മളൊരു ഇത് കേട്ടായിരുന്നു. ഇടതുപക്ഷം ഒരു വലിയൊരു കണ്ടെത്തലിലേക്ക് പോയി. അതെന്ന് പറഞ്ഞാൽ BJP വലിയ ഫാസിസ്റ്റ് അല്ല എന്നൊരു കണ്ടെത്തൽ കണ്ടില്ലേ? നമ്മള് കേട്ടല്ലോ. അതങ്ങനെ, അത് ഇപ്പോഴത്തെ ഒരു കണ്ടെത്തലല്ല ശ്രീ. ഞാൻ അതിനെക്കുറിച്ച് നല്ല വിഷയമെങ്കിലും നേരത്തെ തന്നെ ഫാസിസ്റ്റ് പ്രവണതകളുള്ള പാർട്ടിയും ഫാസിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറഞ്ഞ് CPM സൈദ്ധാന്തികമായി ഓരോ പാർട്ടികളെ വിഭജിക്കാറുണ്ട്. അത് നേരത്തെ തന്നെ അവരുടെ നിലപാട് അങ്ങനെയാണ്. അതിനകത്ത് അല്ല ഞാൻ പറയണത് അത് വിട്ടേ, അതല്ല നമ്മുടെ വിഷയം. അത് നമുക്ക് താങ്കൾ ഉദ്ദേശിച്ച രീതിയിലല്ല, അതിന്റെ ശരിയായ രീതിയിലല്ല വാർത്തകൾ വന്നത് എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഞാനത് പറഞ്ഞത്. സാറേ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വിശ്വപൗരൻ എന്ന നിലക്ക് ഈ ശശി തരൂരിനെ നമ്മൾ അറിയുന്നത് കോൺഗ്രസിലൂടെയും ഒക്കെ മാത്രമല്ല, അദ്ദേഹത്തിന് വലിയൊരു കഴിവുണ്ട്. പക്ഷെ ആ കഴിവ്, ആ വ്യക്തിത്വം ഞാൻ പറയുന്നത് ഒരു ദർശനത്തിൽ നിൽക്കുമ്പോൾ, കോൺഗ്രസിന്റെ വലിയൊരു ഉന്നത തലത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, ആ ദർശനത്തിൽ നിൽക്കുമ്പോൾ അതിന് കീഴ്പ്പെട്ടാണ് എനിക്ക് തോന്നുന്ന അഭിപ്രായം പറയേണ്ടത് ഇത് തന്നെയാണ്. ഈ അഭിപ്രായം പറഞ്ഞതിലൂടെയാണല്ലോ ഇദ്ദേഹത്തിന് ഇപ്പൊ ഇത്രയ്ക്ക് ഇത് വന്നത്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിലേക്ക് പോകാനാണ്. നമ്മുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്നും. ശ്രീ സന്തോഷ്, താങ്കൾ കാസർഗോഡ് നേരത്തെ മറ്റൊരു സന്തോഷ് കൂടി കാസർഗോഡ് നിന്ന് വിളിക്കാറുണ്ട്. താങ്കൾ കാസർഗോഡ് എവിടെയാണ്? ഞാൻ വെള്ളരിക്കുണ്ടിലാണ് സാർ. നേരത്തെയും വിളിച്ചിട്ടുള്ള സന്തോഷം തന്നെയല്ലേ ഇത്? അതെ 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 അതെ, കാസർഗോഡ്. ഇനി നമുക്ക് വെള്ളരിക്കുണ്ട് എന്ന് കൊടുക്കാം. അപ്പോൾ കുറെ കൂടി നാട്ടുകാർക്ക് കൂടി ഒരു സന്തോഷമാവുമല്ലോ. ആയിക്കോട്ടെ. ശരി, പറഞ്ഞോളൂ. തരൂര് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള കളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ പുള്ളിക്ക് അതിനുള്ള യോഗ്യതയും ഉണ്ട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷ് പഠിച്ച ആളായതുകൊണ്ടും കഴിവുള്ള ഒരു മനുഷ്യനാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇതാണ് എനിക്ക് പറയാനുള്ളത് സാർ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്നും. ശ്രീ മോഹൻദാസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? തരൂരിന്റെ വഴി പുറത്തേക്കാണോ അതോ തരൂർ കോൺഗ്രസ് പാർട്ടിയിൽ മറ്റെന്തെങ്കിലും വലിയ സ്ഥാനമൊക്കെ ലക്ഷ്യമിട്ടുള്ള നീക്കമാണ്? എന്തായിരിക്കും? അത് പുറത്തേക്കുള്ള വഴി തന്നെയാണ്. അത് അയാൾ തന്നെ തുറന്നു വെക്കുക. ഈ കോൺഗ്രസിൽ വന്നത് മുതൽ തുടങ്ങിയ ഈ കുലമ്പത്തിലാണ് ഇപ്പൊ ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വന്നത് മുതൽ ഇയാൾ അറിയാൻ തുടങ്ങിയത് എല്ലാവരും പറയുന്ന പോലെ തന്നെ കോൺഗ്രസ് വന്നതിന് ശേഷം തന്നെയാണ്. പിന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി എടുത്തിട്ടൊന്നുമല്ല പിണറായി വിജയൻ കേരളം ഭരിക്കുന്നത്. ഈ മൂന്നാമത്തെ തവണയും പോകുന്നത് അദ്ദേഹത്തിന് അതൊന്നുമല്ല. ബ്രണ്ണൻ കോളേജിൽ നിന്നുള്ള ഡിഗ്രി മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അപ്പൊ ഈ വലിയ വീരും ഞാനും ചിലപ്പോ നല്ലതിലേക്കല്ല പോണത്. ഇത് പോക്ക് മൂപ്പര് BJP-യിലേക്ക് തന്നെയാണ്. അല്ലാണ്ട് CPM-യിലേക്കോ ഇടതുപക്ഷത്തിലേക്കോ ഒന്നും അല്ലത്. ഇതിനൊക്കെ അടിച്ച് വെളിയിലാക്കണം. അതാണ് വേണ്ടത്. അതിന് കോൺഗ്രസിനെ നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നല്ല ഈ ഇദ്ദേഹം വരുന്നത്. നമ്മുടെ നാട്ടുകാരനാണ്, പാലക്കാട്ടുകാരൻ, പടവന്നൂര്. പക്ഷെ പാലക്കാടുകാരനാണ്. അതെ, അതിനെ അറിയാം, പടവന്നൂര് നമ്മുടെ അടുത്താ. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ശിവൻകുട്ടിയാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ ശിവൻകുട്ടി, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ തരൂർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി പ്രസ്താവനകളൊക്കെ ഇറക്കുന്ന ആളാണ്. എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ഉദ്ദേശം? തരൂര് BJP-യിലോട്ട് തോന്നുന്നു. തരൂര് വിചാരിക്കുന്ന ഒന്നേ ഒരു മുഖ്യമന്ത്രി, അല്ലെങ്കിൽ BJP പോയി മുഖ്യമന്ത്രി ആകാൻ കഴിയില്ലല്ലോ. മുഖ്യമന്ത്രി അതെ, പുള്ളി ഇവിടുത്തെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ KPCC പ്രസിഡന്റ്, പുള്ളി അതാ നിൽക്കുന്നത്. കോൺഗ്രസിന്റെ ഇവിടുത്തെ നേതാക്കന്മാരെ പുള്ളി അംഗീകരിക്കുന്നില്ല. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ പ്രദീപാണ്. പ്രദീപ് ബെർമുഡയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ പ്രദീപ്, തിരുവനന്തപുരത്തെ പ്രദീപ് തന്നെയല്ലേ? നമസ്കാരം നമസ്കാരം. കിരൺ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. നമ്മൾ ശത്രുക്കളാണ് കിരൺ. എന്ത്, എനിക്ക് ശത്രുതയൊന്നുമില്ല. ഞാൻ അന്നേ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ശ്രീ പ്രദീപിനോട്. ഞാനത് വെറുതെ പറഞ്ഞു. ശരി, ഓക്കെ. ഏതായാലും പ്രദീപിന് എന്താണ് തോന്നുന്നത്? ഈ തിരുവനന്തപുരത്തെ വോട്ടൊക്കെ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടോ? വോട്ട് എനിക്ക് ആക്ച്വലി ഇന്ത്യയിൽ ഇല്ല. ഓക്കെ, ശരി. അപ്പോൾ തിരുവനന്തപുരത്ത് വോട്ടില്ലെങ്കിലും താങ്കൾക്ക് തിരുവനന്തപുരത്തുകാരനാണല്ലോ, അഭിപ്രായം പറയാം, പറഞ്ഞോളൂ. അല്ല മിസ്റ്റർ മിസ്റ്റർ കിരൺ, ഞാൻ ഈ വിഷയം എനിക്ക് തോന്നുന്നു, ഞാനത് വിളിക്കില്ലായിരുന്നു. ഞാൻ സാധാരണ താഴെ നമ്മുടെ കമന്റൊക്കെ ഇട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കാറുണ്ട്. കിരൺ, ഈ വിഷയം ഞാൻ താങ്കളോട് ഒരുപാട് തവണ ഞാൻ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ വിശ്വ പൗരൻ എന്ന് പറയുന്ന ഈ ശശി തരൂരിനോട് തിരുവനന്തപുരം ജില്ലയ്ക്ക് ഇരട്ട ബാഴ്സലോണ സിറ്റി, അതേപോലെ അതൊക്കെ ഒരുപാട് വാഗ്ദാനം നൽകി. എനിക്ക് മനസ്സിലായി, താങ്കൾ പലതവണ പറഞ്ഞിട്ടുള്ള വിഷയം തന്നെയാണ്. ഇതിൽ പറയും. നോക്കൂ, എനിക്ക് താങ്കളോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവതാരകരോടൊന്നും വഴക്ക് കൂടാൻ, കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു പൊതുവേദി. ഈ ഒരു പൊതുവേദി ഇല്ലയോ, ഒത്തിരി പേർക്ക് ഒരുപാട് സന്തോഷം കിട്ടുകയും അവനവന്റെ ആശയങ്ങളും മനസ്സിലെ അഭിപ്രായങ്ങളും പറയുവാനുള്ളൊരു വേദിയാണ്. ഇന്നലെ തന്നെ ഒരുപാട് വഴക്കെല്ലാം കൂടുന്ന കണ്ടു. പക്ഷെ അതൊന്നും ശരിയല്ല. അതാണ് ഞാൻ പറയുന്നത്. എനിക്ക് താങ്കളോട് അഭിപ്രായമായ വ്യത്യാസമുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ താങ്കളോട് വ്യക്തിപരമായി ഞാൻ കാണിക്കില്ല. എനിക്കുണ്ട് താങ്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. അതെ, കാരണം നമ്മൾ മനുഷ്യരാണല്ലോ, നമുക്ക് എല്ലാ വ്യത്യാസങ്ങളും. അതെ, ഞാൻ താങ്കളോട് പറഞ്ഞിരുന്നു, ഈ ശശി തരൂർ എന്ന് പറഞ്ഞൊരു വ്യക്തി ലോകം കണ്ടൊരു വ്യക്തിയാണ്. ഐക്യരാഷ്ട്രസഭയിൽ നമ്മുടെ മെയിൻ ആളായിട്ട് വരാൻ വേണ്ടി എല്ലാം മത്സരിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ ഒരു വ്യക്തി ലോകം കണ്ടിട്ട് ഞാൻ തിരുവനന്തപുരത്ത് ജില്ലയിലുള്ള ആളാണ്, ഇദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള ആളാണ്. ഈ വ്യക്തി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇരട്ട ബാഴ്സലോണ സിറ്റി, അതേപോലെ ബെഞ്ച്, ഇതെല്ലാം തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിനെ ബേസിക്കലി ഞാൻ വിശ്വസിക്കില്ല. ഒന്ന്, ഇനി ഇദ്ദേഹം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റിൽ പോകുന്നു, എന്താ കുഴപ്പം? അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതിൽ പോകാമല്ലോ, അതിനെന്താ കുഴപ്പം? അയാൾക്ക് ഇഷ്ടമുള്ള പാർട്ടിയിൽ പോകാം. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏതെങ്കിലും ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ഒരു വിഴുപ്പിനെ ചുമക്കരുത്. കാരണം ഇയാളൊരു വേസ്റ്റായി മാറിയതാണ്. ഒരിക്കലും ഇന്ത്യൻ സമൂഹത്തിലോ കേരള സമൂഹത്തിന് ഇദ്ദേഹത്തിനെ കൊണ്ട് ഒരു ഗുണവുമില്ല. ഈസ് എ വൺ ഓഫ് ദ വേസ്റ്റ് ആണ് എന്നെ മനസ്സിലാക്കിയിടത്തോളം. ലോകം കണ്ടിട്ടുള്ള ഒരു വ്യക്തി തന്റെ മണ്ഡലമെങ്കിലും മിനിമം നന്നാക്കി നോക്കും. പിന്നെ ദയവ് ചെയ്ത് നമ്മുടെ മിനി ചേച്ചിയോട് ഞാൻ ക്ഷമിക്കുന്നു. കാരണം പുള്ളിക്കാരത്തി കോൺഗ്രസ് ആണ്. എന്നോട് മാപ്പ് ചോദിക്കണം. ഞാൻ മാപ്പ് ചോദിക്കണു ചേച്ചി. വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. കാരണം തിരുവനന്തപുരം കോവളം നിയോജക മണ്ഡലത്തിൽ പെടുന്നതാണ് ഈ പുള്ളിയുടെ മണ്ഡലം. ഒരു വികസനവും ചെയ്തിട്ടില്ല മിസ്റ്റർ കിരൺ, ഒരു വികസനവും ചെയ്തിട്ടില്ല. പ്രദീപ് വികസനം ചെയ്തോ ഇല്ലയോ എന്നുള്ളതൊക്കെ മറ്റു വിഷയം. 4 തവണ തുടർച്ചയായി തിരുവനന്തപുരത്തുകാർ നല്ല ഭൂരിപക്ഷത്തിൽ എന്തായാലും തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ശശി തരൂരിനോട് യോജിക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ടാണല്ലോ. അല്ല, അതെനിക്കറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾക്കറിയാത്ത മറ്റു ചില കാര്യങ്ങൾ കൂടി ജനങ്ങൾക്കറിയാം. അതുകൊണ്ടാണല്ലോ ജനങ്ങൾ അവരെ വിജയിപ്പിക്കുന്നത്. കാണും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഓരോ വ്യക്തികളെയും, അതായത് ഞാൻ പിണറായി വിജയനെ പോലും ജയിപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ജനങ്ങളുടെ സേവനമാണ്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ രാജനാണ് കൊല്ലത്തുനിന്ന്. ശ്രീ രാജൻ, താങ്കളുടെ ചില അഭിപ്രായങ്ങളോടൊക്കെ ആളുകളുടെ ചില വിയോജിപ്പൊക്കെ ഉണ്ട്. താങ്കൾ കൂടി അറിയാവുന്ന കാര്യമൊക്കെ ആണല്ലോ. എന്തായാലും താങ്കൾ അതുകൂടിയൊക്കെ ശ്രദ്ധിച്ച് പറയാം.
ഞാൻ എന്റെ അഭിപ്രായമാണ് സാറെ പറയുന്നത്. മറ്റുള്ളവർ എന്തിനാ എന്റെ അഭിപ്രായം കേട്ടോ എന്നാലും അവർ ചില അഭിപ്രായത്തിലൊക്കെ ഞാൻ താങ്കളെ ഇങ്ങനെ കട്ട് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞ ആളുകൾ പറയുന്നത്. അപ്പൊ ഇനിയിപ്പോ അവരങ്ങനെ കൊണ്ട് ഇനിയും പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാതെ താങ്കൾക്ക് പറയാം. കിരൺ സാറിന് അറിഞ്ഞൂടെ ഞാൻ എന്റെ സ്വഭാവം എന്താന്നുള്ളത്. അതുകൊണ്ട് പറഞ്ഞു. ഞാൻ ആദ്യമേ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്, കേരളത്തിലെ അടുത്ത തെരഞ്ഞെടുപ്പ് UDP ജയിക്കും, PK കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാവും, ബാക്കി 5 പേരും പുറത്താവും. നമ്മുടെ വിഷയത്തിൽ പറയും. അതിനു മുമ്പേ ഈ ശശി തരൂർ രക്ഷപ്പെടുന്ന നല്ലത്. രക്ഷപ്പെട്ട് BJP-യിലെവിടെയെങ്കിലും ചേർന്ന് കഴിഞ്ഞാൽ വിദേശകാര്യ മന്ത്രാലയത്തിൽ എവിടെയെങ്കിലും ഒരു ഉപമന്ത്രിയായിട്ടെങ്ങാനും ചേരാം. അല്ലാതെ വെറുതെ നിന്ന് ഈ ചത്ത കോൺഗ്രസിന്റെ കൂടെ നിന്നിട്ട് യാതൊരു കാര്യമായിട്ട് കിട്ടാനില്ല. ഇനി നാണംകേട് മോശമേ വരത്തുള്ളൂ. ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മുടെ K മുരളീധരനാണ്. പുള്ളി പോകുന്നതില് മുരളീധരൻ ചിരിക്കുക ചെയ്യുന്നത്, ശ്രദ്ധിച്ചു നോക്കൂ. ശരി, അഭിപ്രായം വ്യക്തമാണ്. ശ്രീ വിനോദാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ വിനോദ്, താങ്കൾ എങ്ങനെയാണ് ശശി തരൂരിന്റെ ഈ നീക്കത്തെ കാണുന്നത്? സാർ നമസ്കാരം. ശശി തരൂർ എന്ന് പറഞ്ഞ വ്യക്തി 4 തവണ അവിടെ ജയിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ജനസാന്നിധ്യം നല്ലതായിരിക്കൂലേ? ഞാൻ ഒരു അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷെ അതില് അദ്ദേഹത്തിന് ഒരു കരുതിയേക്കുക എന്ന് പറഞ്ഞത് വല്ലാത്തൊരവസ്ഥയല്ലേ? അദ്ദേഹത്തിന്റെ ഒരു അനാസ്ഥയല്ലല്ലോ ഇത്, പുള്ളിയുടെ ഒരു അഭിപ്രായം പറഞ്ഞെന്ന് മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ ഒരു പാർട്ടി നിൽക്കുമ്പോൾ ആ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന അഭിപ്രായം പറയാതിരിക്കുക എന്നുള്ള ഒരു ഔചിത്യമല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു നേതാവ് അഭിപ്രായം പറഞ്ഞാൽ ആ നേതാവിന്റെ അവസ്ഥ എന്താവും? പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ മറ്റൊരാൾക്ക് കൊണ്ട് അനുകൂലമായിട്ടല്ലല്ലോ സംസാരിച്ചത്. ഞാൻ ചോദിച്ചത് താങ്കൾ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറഞ്ഞിട്ടാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു നേതാവാണ്, ഈ തരത്തിൽ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഇത്തരത്തിലൊക്കെ ആ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ അഭിപ്രായം പറഞ്ഞാൽ ആ പാർട്ടി എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക? മറ്റൊരു കാര്യം എന്താ അറിയോ സാറേ, ഒരു വ്യക്തി ഒരു അഭിപ്രായം പറയുക എന്ന് പറഞ്ഞ വ്യക്തിനെ അന്നേരം തേജോവധം ചെയ്യുമല്ലോ. തേജോവധം ചെയ്തൊന്നുമില്ല. ഒരു പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന അഭിപ്രായം ആ പാർട്ടിക്കാർ നേതാക്കൾ പറയുമ്പോൾ മറ്റു നേതാക്കൾ പ്രതികരിക്കില്ലേ? അത് ഏത് രീതിയിൽ പാർട്ടി പ്രതിസന്ധിയാകുന്നത്? ഞാൻ പറയണോ, ശശി തരൂർ എത്രയോ കാലം അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ കോൺഗ്രസ് പാർട്ടിയെ, കേരളത്തിലെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അതെ, ഓക്കെ, ഞാൻ അംഗീകരിക്കാം. പക്ഷെ അതിന് മറ്റൊരു പ്രശ്നം എന്താ അറിയോ? പറഞ്ഞു. അപ്പൊ ഒരു വ്യക്തിക്കും ഒരു അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഇല്ലാന്നാണ് നിങ്ങൾ പറയുന്നത്? അങ്ങനെയല്ല, അഭിപ്രായം പറയാൻ എല്ലാവരും അഭിപ്രായം പറയുന്നതാണല്ലോ. കോൺഗ്രസ് ആയതുകൊണ്ടാണല്ലോ ഇത്രയും കൂടുതൽ അഭിപ്രായങ്ങളൊക്കെ വ്യത്യസ്തമായി വരുന്നത്. സാങ്കേതിക വിഷയങ്ങൾ ഒരുപാട് നടക്കുന്ന സമയത്ത് ശശി തരൂർ പറഞ്ഞ കാര്യം മാത്രം എന്തിനേയും പൊന്തിച്ചു പിടിക്കേണ്ട കാര്യവും? ഇതിപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ? ശശി തരൂർ കേരളം മുഴുവൻ അറിയപ്പെടുന്ന, ഇന്ത്യയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. മാധ്യമങ്ങൾക്ക് കിട്ടുന്ന ഒരു വിഷയങ്ങൾ മാത്രമേ, മാധ്യമങ്ങൾക്ക് കിട്ടുന്ന വിഷയം മാത്രമാണോ ശ്രീ വിനോദ്? അത് ശശി തരൂരിന്റെ പോലെ നേതാവ് കോൺഗ്രസ് അടുത്ത പ്രാവശ്യം ഇങ്ങനെ പോയാൽ പരാജയപ്പെടും. എന്താ തെറ്റുള്ളത്? അല്ല, എനിക്ക് തെറ്റ് ശരിയൊന്നും അറിയില്ല. ശശി തരൂരിന് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. പക്ഷെ അത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന അഭിപ്രായങ്ങൾ അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട് എന്നുള്ളത്. കോൺഗ്രസ് നല്ല പ്രസ്ഥാനമാണ്, കോൺഗ്രസിന് എനിക്ക് നല്ല താല്പര്യമുള്ള പ്രസ്ഥാനമാണ്. അതിന് ശശി തരൂർ മോശക്കാരനാണെങ്കിൽ ഈ 4 തവണ എങ്ങനെ ഇയാളെ അവിടെ ജയിച്ചു? ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എന്തായാലും ജയിക്കുന്നത് സ്വാഭാവികമായും ജനങ്ങൾ അംഗീകരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ശ്രീ ദാസനാണ്, ക്ഷമിക്കണം, ശ്രീ ശരത്താണ് ബാലരാമപുരത്ത് നിന്ന്. ശ്രീ ശരത്ത്, താങ്കൾ ഈ ബാലരാമപുരത്താകുമ്പോൾ സ്വാഭാവികമായും ശശി തരൂരിനെയും ഒക്കെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നന്നായി അറിയുന്ന ആൾ കൂടിയാവും. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഇപ്പോ കേരളത്തില് ജനിച്ചു വിദേശത്ത് പോയി നല്ല വിദ്യാഭ്യാസം നടത്തുന്ന നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ശശി തരൂർ. പിന്നെ മാത്രമല്ല, ഈ കോൺഗ്രസിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളും പിന്നെ പലപ്പോഴും അവർ തമ്മിൽ ഒരു പരസ്പരം ഒരു ഒത്തുതീർപ്പും ധാരണ ഇല്ലാതെ വരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ. കാരണം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമ്മുടെ യൂട്യൂബിൽ സതീഷ് പുലിയൂർ പറയുന്നു, മറ്റുള്ളവരുടെ സപ്പോർട്ടുള്ളതുകൊണ്ടാണ് ജയിച്ചത്, പുകഞ്ഞ കൊള്ളി പുറത്തു പോകുന്നതാണ് നല്ലതെന്ന് വിനോദ് പറയുന്നു. അതോടൊപ്പം തന്നെ ജോസഫ് KM പറയുന്നു, തിരുവനന്തപുരത്തെ കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകരുടെ അധ്വാനത്തെ മറന്നു പോകരുതെന്ന് പറയുന്നു. ഇതൊന്നും കോൺഗ്രസ് അനുഭാവികളാണ് എന്ന് തോന്നുന്നു. അത്തരത്തിലേക്കുള്ള അഭിപ്രായം. തോമസ് മാത്തൻ പറയുന്നു, കോൺഗ്രസിൽ തമ്മിലടി, CPM പറയുന്നു BJP ഫാസിസ്റ്റ് അല്ല, നമ്മുടെ രാഷ്ട്രീയക്കാരുടെ നിലവാരമില്ലായ്മ എന്നൊക്കെ പറയുന്നു. അതോടൊപ്പം തന്നെ IV ജേക്കബ് പറയുന്നു, ദ ഇൻഫൈറ്റിംഗ് വിതിൻ ദി കോൺഗ്രസ് പാർട്ടി ഇൻ കേരള വിൽ ലീഡ് ടു ദെയർ ഡൗൺഫോൾ എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ രാഘവൻ KV പറയുന്നു, ആഗ്രഹം നടക്കാനാണെങ്കിൽ CPM-ൽ പോകുന്നതാണ് നല്ലത്, പാർട്ടിക്കാണെങ്കിൽ ഒരു വെടിക്ക് 2 പക്ഷി. റഫീഖ്, രാഷ്ട്രീയമില്ലാത്ത ആളെന്ന നിലയ്ക്ക് പറഞ്ഞാൽ പിണറായിയുടെ കൊടുങ്കൊള്ളയും കൊലപാതകവും ദുർഭരണം ജനങ്ങളെ പൊറുതിമുട്ടിയിരിക്കെ തരൂർ പിണറായിയുടെ ദുർഭരണം ശ്ലാഘിച്ചത് ജനങ്ങളോടുള്ള ദ്രോഹമാണെന്ന് പറയുന്നു. നിസാർ KM പറയുന്നു, ജയിക്കാൻ പണിയെടുത്ത പാവം പ്രവർത്തകർ
എന്ന് പിന്നെ മോശപ്പെട്ടൊരു വാക്കാണ്. നിസാറെ, നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചല്ല ഒരു പൊതുവേദിയിൽ പ്രതികരിക്കേണ്ടത്, അത് മറ്റുള്ളവർ കൂടി കേൾക്കുന്നതാണ്. അതുകൊണ്ട് നിസാർ കെ എം ഇത് ഇനിയെങ്കിലും ജീവിതത്തിൽ തിരുത്താൻ തയ്യാറാവുക. അതൊരു മോശപ്പെട്ട പ്രവണതയാണ് താങ്കളുടെ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത്. നിസാർ ആരാണെന്ന് എനിക്കറിയില്ല, ആരായാലും നിസാർ കേൾക്കുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. CPM-ൽ പോയാൽ സ്ഥാനവും മാനവും കാണില്ല, പടവലങ്ങ പാർട്ടി താഴോട്ട് വളരുന്ന പാർട്ടിയെന്ന് തോമസ് മാത്തൻ പറയുന്നു. എന്തായാലും അങ്ങനെ ഓരോരുത്തരും ഓരോ തരത്തിൽ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങളൊക്കെ പറയുന്നു. നമുക്ക് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ജയകുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ തിരുവനന്തപുരത്തുകാരനായ താങ്കൾ ശശി തരൂരിൻ്റെ ഈ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങളെ കാണുന്നത്? പുറത്തേക്കാണോ വഴി, അതോ കോൺഗ്രസിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? സാറേ ഒരു മിനിറ്റ് നമസ്കാരം, ഒരു മിനിറ്റ് സമയം തരണം. പറഞ്ഞോളൂ, എളുപ്പം. ഈ ശശി തരൂർ പുറത്തേക്ക് പോകുന്നതാണ് നല്ലത്. ഇത്രയും കോൺഗ്രസ്സുകാർ ഇത്രത്തോളം കഷ്ടപ്പെട്ട ഒരു നേതാവിന് വേണ്ടി കഷ്ടപ്പെട്ട ഒരു ട്രിവാൻഡ്രത്തില്ല. ഇദ്ദേഹത്തിന്റെ 4 ഇലക്ഷനിന് വേണ്ടി എല്ലാ ദിവസവും വർക്കിന് ഇറങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ. വളരെയധികം കഷ്ടപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ ഒരു പൈസയും കണ്ടുകൊണ്ടല്ല ആരും പ്രവർത്തിക്കാൻ ഇറങ്ങിയത്. ആ കാലം ഓരോരുത്തർക്കും തന്നെ ഒന്നും കിട്ടിയതായിട്ടും എനിക്കറിവില്ല. കാരണം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്താണ് പലരും ഇദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്തത്. കോൺഗ്രസ് ആണെങ്കിൽ ഇദ്ദേഹത്തിന് വേണ്ടി വളരെയധികം താഴ്ന്ന് കൊടുത്ത് അങ്ങേരെ ചെയ്യാന്നുള്ളതൊക്കെ കോൺഗ്രസ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹം ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. ഇദ്ദേഹത്തിന്റെ ഇതുകൊണ്ടല്ല ജയിച്ചത്. കാരണം എന്താ വെച്ചാൽ ഇത്തവണ ജയിക്കില്ല, യാതൊരു കാരണവശാലും ഇത്തവണ ജയിക്കില്ലായിരുന്നു. ആ BJPയുടെ പൈസ ഒഴുക്ക്, അദ്ദേഹത്തിന്റെ പൈസ ഒഴുക്കിന്റെ പുറത്ത് എന്ത് ചെയ്താൽ ജയിക്കില്ലായിരുന്നു. അത്രയും വാശിയോടുകൂടി 2 ടീമിനെക്കാളിലും വർക്ക് ചെയ്ത്, മാത്രമല്ല CPM-ന്റെ ഇടതുപക്ഷവും നിഷ്പക്ഷമായിട്ടാണ് ഇത്തവണ നിന്നത്. അവരുടെ പ്രചരണം വലിയ കാര്യമായിട്ടില്ലായിരുന്നു. ഇദ്ദേഹത്തിന് ചന്ദ്രശേഖരന്റെ ഈ പൈസ മുടക്കലും അതിന്റെ ഇടയിൽ കൂടെ ഇദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ജയിപ്പിച്ചു. ഒരാവശ്യത്തിന് ഇദ്ദേഹം വരുന്ന ആളല്ല. ഇദ്ദേഹത്തിന് ഇത്രയും ജയിപ്പിച്ചെടുത്തപ്പോഴത്തേക്ക് ഇദ്ദേഹം മാത്രമല്ല 4 പ്രാവശ്യം ജയിച്ചത്. ചാൾസും ഇതുപോലെ ജയിച്ചതാണല്ല. ഇദ്ദേഹത്തിന്റെ വ്യക്തിപ്രമോണ്ടൊന്നും അല്ല ജയിച്ചത്. ഈ 5000 വോട്ടെന്ന് പറഞ്ഞാൽ മാക്സിമം ഈ കോൺഗ്രസ്സുകാരുടെ രക്തം ഊറ്റിയെടുത്ത വോട്ടാണിത്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അല്ല, കുറച്ച് നേരത്തെ BJPയിലേക്ക് കയറി പറ്റിയാല് ഇരിക്കാൻ സീറ്റ് കിട്ടും, പിന്നെ നിൽക്കേണ്ടി വരും. പുള്ളിക്കനെ ഇപ്പൊ ഉപരാഷ്ട്രപതിയാകാൻ വേണ്ടിക്കല് പുള്ളിക്ക് അങ്ങനെ പുള്ളിയുടെ ഇതുവരെയും പുള്ളിയെടുത്ത അന്തർദേശീയ തലത്തിലടക്കം പുള്ളിയുടെ പ്രസംഗങ്ങൾ, പുള്ളിയുടെ പുസ്തകങ്ങൾ, ലേഖനങ്ങൾ അയാൾ വിമർശിച്ച് പുസ്തകകാരൊക്കെ പറഞ്ഞു. പക്ഷേ അതൊക്കെ ഇന്ന് രാഷ്ട്രീയമാണ് കിരൺ ബാബു. ഇന്നത്തെ രാഷ്ട്രീയ അംശത്തിനുള്ള തെളിവല്ലല്ലോ. KV തോമസ് മുതല്, സരിൻ മുതല്, നമ്മുടെ സന്ദീപ് വാര്യർ മുതല്, ഈ ആള് മുതലൊക്കെ നോക്കിയപ്പോൾ ഇവർക്കൊക്കെ വെറും സാധ്യത മാത്രമാണ്. ഇങ്ങനെ കളിയാണ് ഇവരെ കളി. എങ്ങനെ കയറി പറ്റും അധികാരത്തിൽ? ഈ സുഖം തുടങ്ങിയ ആൾക്കാർക്ക് ഇതൊരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. ഈ നാട് മുഴുവൻ ഇവർ ഇങ്ങനെ സൂചിച്ച് നമ്മളിങ്ങനെ പറയാൻ വരാതെ ഒരു കാര്യമില്ല. ശരി, എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? തരൂർ എന്താണ് ഈ ലക്ഷ്യം വെക്കുന്നത്? പുറത്തേക്ക് പോകാനാണോ അതോ മറ്റെന്തെങ്കിലും ഉണ്ടോ? തരൂര് ഒരു കോൺഗ്രസ്സുകാരനല്ല, ഒരു കോൺഗ്രസ് സംസ്കാരമുള്ളവനല്ല, കോൺഗ്രസ് പാരമ്പര്യത്തിൽ നിന്ന് വന്നവനല്ല. അറിയാലോ, ഈ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഒരു സമയത്ത് അതിന്റെ മുഖത്താണ് നമ്മളുള്ളത്. ആ സമയത്ത് മുന്നണിയെ തകർക്കുന്ന രൂപത്തിലുള്ള പ്രസ്താവനകൾ ചെയ്യുന്നത് എന്തോ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. അക്കാര്യത്തിലൊന്നും നമുക്കൊരു സംശയം തോന്നുന്നില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം AICC പ്രസിഡന്റായിട്ട് മത്സരിച്ച ആളാണ്. കഴിഞ്ഞ അറിയാലോ, അധികാരത്തിന് വേണ്ടി എന്ത് കുപ്പായവും ധരിക്കാൻ തയ്യാറായിട്ടുള്ള എല്ലാ കോൺഗ്രസിന്റെ സ്വന്തം നേതാക്കന്മാരും പറഞ്ഞ ഒരു നേതാവിനെ തിരസ്കരിച്ചുകൊണ്ട് സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയായ ആളാണ് ശശി തരൂർ. ഈ ശശി തരൂരിന് കേരള രാഷ്ട്രീയത്തിൽ സ്പേസ് ഉണ്ടോ എന്നുള്ളത് എനിക്ക് വലിയ സംശയം തോന്നുകയാണ്. അദ്ദേഹം എന്തൊക്കെയോ ലക്ഷ്യം വെക്കുന്നുണ്ട്. ആ ലക്ഷ്യത്തിലേക്കായിരിക്കും അദ്ദേഹം പോവുക. AICCയുടെ വിശാലമായ പ്രവർത്തക സമിതി നടക്കാൻ പോവുകയാണ് ഏപ്രിലിൽ. അതിൽ യുക്തമായ ഒരു തീരുമാനം ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ശരി, ശ്രീ രഘു ആണ് കൊല്ലത്ത് നിന്നും. ശ്രീ രഘു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തരൂരിന്റെ ലക്ഷ്യം കണ്ട വേറെ പാർട്ടിയിലേക്ക് പോകാനാണോ അതോ ഇനി കോൺഗ്രസിൽ തന്നെ മറ്റെന്തെങ്കിലും സ്ഥാനങ്ങൾ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്? എന്താവും? ഞാൻ രഘുനന്ദനൻ തിരുമുല്ലവാരം. ശരി, ശ്രീ രഘുനന്ദൻ തിരുമുല്ലവാരം, പറഞ്ഞോളൂ. അതായത് ഈ ശശി തരൂർ എന്ന് പറഞ്ഞ വ്യക്തി നല്ല കഴിവുള്ള മനുഷ്യനും നല്ലൊരു സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടിക്കാരും പ്രതിപക്ഷവുമില്ല പല പാർട്ടിക്കാരും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ നടക്കുകയാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നാളെ ഒരു സമയത്ത് ഇതൊരു കറക്റ്റ് ഒരു തീരുമാനമാവാതെ ഒരാഴ്ച കഴിയാതെ പെട്ടെന്ന് ഇത് അഭിപ്രായം പറഞ്ഞു വെച്ച് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നാളെ ഇവർ പറയും ഇത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ സ്വാഗതം ചെയ്യുന്നവരൊക്കെ ആരാവും?
അപ്പൊ അതുകൊണ്ട് കരുതലോടുകൂടി വേണം ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നീങ്ങണം മറ്റുള്ള പാർട്ടിക്കാർ എന്നാണ് എൻ്റെ ഒരു ശരി, താങ്കളുടെ അഭിപ്രായം വളരെ ശക്തമായ അഭിപ്രായം തന്നെയാണ്. ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഒരു പാർട്ടി മാറുമ്പോൾ തന്നെ അവിടെ കൊണ്ട് കൊളുത്തിട്ട് വെക്കുക, അല്ലെങ്കിൽ അവിടെ കൊണ്ടുവന്നൊരു ചൂണ്ടയിട്ട് വെക്കുക എന്ന് പറയുന്ന രീതി കേരളത്തിലെ ഒട്ടുമിക്ക പാർട്ടികൾക്കും ഉണ്ട്. അതൊക്കെ ചില സമയത്തൊക്കെ തിരിച്ചടിക്കാറുമുണ്ട്. വലിയ നാണക്കേടുകളൊക്കെ പലപ്പോഴും ഉണ്ടായത് നമ്മൾ കണ്ടാണ്. ശ്രീ MB മണിയാണ് ഷൊർണൂരിൽ നിന്നും. ശ്രീ MB മണി, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ ഷൊർണൂർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ പാലക്കാടുകാരനാണല്ലോ യഥാർത്ഥത്തിൽ തരൂർ, തിരുവനന്തപുരത്തിൻ്റെ MP ഒക്കെയാണ് എങ്കിലും. അപ്പോൾ എങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നീക്കത്തെ കാണുന്നത്? അത്യുന്നത വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടോ സമ്പന്നനായതുകൊണ്ടോ നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകരാകാൻ കഴിയില്ല. നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകരാകണമെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെയെങ്കിലും പ്രത്യയശാസ്ത്രം ആദ്യം പഠിച്ചിരിക്കണം. ശരിയായ രീതിയിലുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസം നേടിയിരിക്കണം. കൂട്ടായ പ്രവർത്തനത്തിന്റെ മൂല്യം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇതൊന്നുമില്ലാതെ കുറെ പേര് രാഷ്ട്രീയത്തിൽ വരും. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവർക്ക് ഈ കുപ്പായം മാറാൻ ഒരു മനപ്രയാസമില്ല. അപ്പൊ കോൺഗ്രസിന്റെ ചരിത്രം തന്നെ എടുത്താൽ ആദ്യത്തെ 5 പൊതു തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ വിജയിച്ച് 30 കൊല്ലം ഇന്ത്യ ഭരിച്ചവരാണ്. ആ കോൺഗ്രസിനാണ് ഇപ്പോഴത്തെ ഗതികേടെന്ന് ആലോചിക്കണം. അപ്പൊ പ്രത്യയശാസ്ത്ര വിദ്യാഭ്യാസം ഇല്ലാത്തവർ, രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇല്ലാത്തവർ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതിന്റെ അപകടമാണ് നമ്മൾ ഈ കാണുന്നത് മുഴുവനും. അതാണ് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമ്മുടെ യൂട്യൂബിൽ ശ്രീ സെബാസ്റ്റ്യൻ ചിറമേൽ പറയുന്നു, ലോകം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് ഉണ്ട്. ജയശ്രീ നാരായണൻ, വെൽക്കം ടു ലെഫ്റ്റ് എന്നൊക്കെ പറയുന്നത് അതിനകത്തെ ആളുകൾ തമ്മിലുള്ള തർക്കമാണ് എന്ന് തോന്നുന്നു. കോൺഗ്രസ് ഇനി കേരളത്തിൽ ഭരണത്തിൽ വരികയില്ല എന്ന് MDS പറയുന്നു. സമന്വയ പറയുന്നു, ശശിയണ്ണൻ വീണ്ടും ശശിയാകുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ CPM-ൽ പോയാൽ തെറ്റില്ല എന്ന് അബ്ദുൽ ഖാദർ പറയുന്നു. രജീഷ് PM പറയുന്നു, ശശി തരൂരിനെ മനസ്സിലാക്കാൻ കോൺഗ്രസ് പറ്റുന്നില്ല. തരൂർ തളരില്ല, കോൺഗ്രസ് തളരുമെന്ന് പറയുന്നു. തരൂരിന് പറ്റിയ പാർട്ടിയല്ല കോൺഗ്രസ്. അദ്ദേഹം BJP-യിൽ ചേർന്നാൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ രാജ്യത്തിന് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഇപ്പോൾ ശരിക്കും അദ്ദേഹം ക്ഷണവൽക്കരിക്കപ്പെട്ട അവസ്ഥയിലാണെന്ന് ശ്രീ ശിവജി പറയുന്നു. ശിവജി എന്ന് ഒറിജിനൽ പേരാണെന്ന് തോന്നുന്നില്ല. ഏതോ ആളൊക്കെ ശിവജിയുടെ ഒരു പടമൊക്കെ ഇട്ടിരിക്കുകയാണ്. ഇനി ഒറിജിനൽ പേര് അങ്ങനെ തന്നെ ആണെങ്കിൽ എനിക്കറിയില്ല. എന്തായാലും ഫോട്ടോ ഒക്കെ ഇട്ടേക്കുന്നത് ശിവജിയുടെ ഫോട്ടോയാണ് ഇട്ടേക്കുന്നത്. ലാസ്റ്റ് കോൺഗ്രസ് CM ഉമ്മൻചാണ്ടി എന്ന് പറയുന്നു സെബാസ്റ്റ്യൻ ചിറമേൽ. രജീഷ് PM ശശി തരൂരിനെ മനസ്സിലാക്കാൻ നേരത്തെ വായിച്ചാണ്. കോൺഗ്രസ് കാറ്റുപോകുന്ന ബലൂണെന്ന് ഒരാൾ പറയുന്നു. ഗോപാലകൃഷ്ണൻ, ജനങ്ങളെ നോക്കണം, തരൂരെങ്ങും പോകാനില്ല, പുള്ളിക്കാരനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കണം, അതിനുള്ള വിലപേശലാണെന്ന് സന്തോഷ് കുമാർ പറയുന്നു. എന്നാലും ശ്രീ സൂപ്പിയാണ് വെള്ളമുണ്ടായിരുന്നത്. ശ്രീ സൂപ്പി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ശശി തരൂർ വേറെ മറ്റ് പാർട്ടിക്കുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ ലക്ഷ്യമിട്ടുള്ള ഒരു വിലപേശലാണോ, അതോ ഇനി പുറത്തേക്ക് പോകാനുള്ള വഴിയാണ്? എന്താണ് താങ്കളുടെ ഒരു കണക്കൂട്ടൽ? നമസ്കാരം കിരൺ സാർ. നമസ്കാരം. എൻ്റെ അഭിപ്രായത്തിൽ ദിശപൗരനാണ് ശശി തരൂർ. അദ്ദേഹത്തെ ദിശപൗരനായതുകൊണ്ടാണ് കോഴിക്കോട് ജില്ലയിൽ ഈ ലീഗിന്റെ ഒരു പരിപാടിയാണ് പലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ. അന്ന് അദ്ദേഹത്തെയാണ് ക്ഷണിച്ചു കൊണ്ടുവന്നത്. കാരണം അതുകൊണ്ട് എന്താ, അദ്ദേഹം ഉയർന്ന നേതാവായോണ്ടാണ്. എത്ര കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ട്. പക്ഷെ ഇപ്പാണ് കോൺഗ്രസിന് അദ്ദേഹത്തെ കഴിക്കാനൊക്കെ കയ്പും പൊടിയൊക്കെ വന്നത്. അപ്പൊ അദ്ദേഹത്തെ കോൺഗ്രസിൽ നിലനിർത്തി ഇപ്പൊ നടക്കുന്ന കോൺഗ്രസിൽ നടക്കുന്നത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്. അതൊക്കെ ഇനിയും ഇതായി മുന്നോട്ട് പോകുന്ന എൻ്റെ അഭിപ്രായം. ശരി, താങ്കൾ പറയാൻ വ്യക്തമാണ്. ശ്രീ അബിൻ രാജാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ അബിൻ രാജ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? തരൂരിന്റെ ഈ നീക്കം എന്തുകൊണ്ടാവും? തരൂരിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നതിനെ കൂടി ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, കാരണം ഏതൊരു രാഷ്ട്രീയ പാർട്ടി ആയി കഴിഞ്ഞാലും നിഷ്പക്ഷരായ കുറെ വോട്ടർമാരുടെ വോട്ട് നേടിയിട്ടാണ് അവര് വിജയിച്ച് കയറുന്നത്. അപ്പൊ ആരൊരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാലും നമ്മൾ അതിനെ അംഗീകരിക്കേണ്ട ആവശ്യകതയുണ്ട്. അല്ലാണ്ട് പാർട്ടിന്റെ നിലപാടുകൾ മാത്രമല്ല, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരിക്കണം. അപ്പൊ ആരൊരു നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ പ്രതികരിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. അത് മാത്രമേ ശശി തരൂർ ചെയ്തിട്ടുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ജയകുമാർ പറയുന്നു, ഇദ്ദേഹത്തിന് കേന്ദ്രത്തിലാണെങ്കിൽ പ്രസിഡന്റ് ആവണം, ഭരണം കിട്ടിയാൽ പ്രധാനമന്ത്രിയാവണം, അല്ലെങ്കിൽ കേരളത്തിൽ മുഖ്യമന്ത്രി ആവണം. ഇതെന്തായാലും നടക്കില്ല എന്ന് പറയുന്നു. ശ്രീ പ്രദീപാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ പ്രദീപ്, താങ്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാം. ശ്രീ പ്രദീപ് പറഞ്ഞോളൂ. ശ്രീ കാജ ആണ് പാലക്കാട് നിന്നും. ശ്രീ കാജ, താങ്കളുടെ മുഴുവൻ പേരെങ്ങനെയാണ്? ശ്രീ കാജ കേൾക്കാമോ? താങ്കളുടെ കാജ കാരാടി. ഓക്കെ, ഉഗ്രം പേരാണല്ലോ. അപ്പൊ ആ TV ഒന്ന് മ്യൂട്ട് ചെയ്യുമോ? ആ TV മ്യൂട്ട് ചെയ്തോ? കേൾക്കാൻ പറയുന്നല്ല, TV ഒന്ന് മ്യൂട്ട് ചെയ്യുമോ? ശരി, ഓക്കെ. ശ്രീ കാജ കാരാടിയാണ് വിളിച്ചത്.
മറ്റ് പ്രേക്ഷകരുടെ കൂടി ശ്രദ്ധയ്ക്ക് ദയവേത് ന്യൂസ് 18 പൊതുവേദിയിലേക്ക് നിങ്ങൾ വിളിക്കുമ്പോൾ ടി വി മ്യൂട്ട് ചെയ്ത് ഫോണിൽ കൂടെ സംസാരിക്കുക. എന്നാൽ മാത്രമേ കൃത്യമായി നമുക്ക് ടി വിയിൽ കേൾക്കുന്നതും നേരിട്ട് കേൾക്കുന്നതും തമ്മിൽ ഏതാനും സെക്കൻഡുകളുടെ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായി പറയാൻ കഴിയില്ല. എന്തായാലും നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ട സമയമാണ്. അതിനുശേഷം വീണ്ടും ഈ വിഷയത്തിൽ ചർച്ച തുടരും. ശശി തരൂർ പുറത്തേക്കോ അതോ മറ്റ് സ്ഥാനങ്ങൾ ലക്ഷ്യമിട്ടോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ശ്രീ തോമസ് ആണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ തോമസ്, ശശി തരൂർ ഇപ്പോൾ പാർട്ടിയെ എതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ പാർട്ടി ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ തനിക്ക് മറ്റു ഓപ്ഷനുകൾ ഉണ്ട് എന്നുള്ള മട്ടിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താവും? അദ്ദേഹത്തിന്റെ പറഞ്ഞോളൂ, ധൈര്യമായി പറഞ്ഞോളൂ. അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇപ്പൊ കേരളത്തിൽ മുഖ്യമന്ത്രി ആവാനുള്ള ഒരു ലക്ഷ്യമാണ് പുള്ളിയുടെ. UDF-ന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടണം, അതാണോ ആവശ്യം? അതാണ് പുള്ളിയുടെ ആവശ്യം. പുള്ളി എന്നും നമുക്കറിയാതെ പുള്ളി വിശ്വപൗരനാന്നും പറഞ്ഞ് വന്നിട്ട് എല്ലാ കാലത്തും നരേന്ദ്രമോദിനെ അനുകൂലിക്കുന്ന വർത്തമാനങ്ങളാണ് പുള്ളിയുടെ ഭാഗത്തുനിന്ന്. ഇപ്പൊ ഇതുപോലെ കേരളത്തിലെ ഇതുപോലെ ജനവിരുദ്ധമായ ഒരു ഗവൺമെന്റ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവര് സാധാരണക്കാരെ കാണാണ്ട് പെൻഷൻകാരെയോ അതുപോലെ ആശാവർക്കറെയോ അതുപോലെ സമൂഹത്തിലെ ഏറ്റവും നമുക്ക് മുണ്ടക്കൈ അറിയാലോ, ചൂരൽമല ഏതാണ്ട് 800 കോടി രൂപ ജനം പിരിച്ചു കൊടുത്തത്. ആ പൈസ കയ്യിൽ വെച്ചിട്ടുണ്ട്. ശ്രീ തോമസ്, നമ്മുടെ ആ വിഷയമൊക്കെ നമ്മൾ നേരത്തെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ പണം നൽകിയതിനും അതല്ല നമ്മുടെ വിഷയം. എന്തായാലും നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ദീപു, തിരുവനന്തപുരത്ത് ഈ ശശി തരൂരൊക്കെ കോൺഗ്രസിനെതിരെ വിമർശനമൊക്കെ ഉന്നയിക്കുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യുമോ, അല്ലെങ്കിൽ ശശി തരൂരിനെ കുറിച്ച് പ്രതീക്ഷയോടുകൂടി ഇടതുപക്ഷം അഭിപ്രായം പറയുന്നു എന്ന മട്ടിലൊക്കെ ചില വാർത്തകൾ കൂടി കേൾക്കുന്നുണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അല്ല, ശശി തരൂര് തിരുവനന്തപുരത്ത് ജയിക്കുന്നത് നോൺ പൊളിറ്റിക്കൽ വോട്ട് കൊണ്ടാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് എല്ലാ പാർട്ടിയിലുള്ളവരും ശശി തരൂർ എന്ന വ്യക്തിക്ക് വോട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടെന്ന് തിരുവനന്തപുരത്തിന്റെ രാഷ്ട്രീയ നിരീക്ഷിക്കുന്നവര് നിങ്ങൾക്കടക്കം എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ശശി തരൂരിനെ കുറിച്ച് ഇപ്പൊ എന്താണ് ഈ ഇവിടെ കത്തിക്കൽ നടക്കുന്നത്? ശശി തരൂരിൻ്റെതായിട്ടുള്ള അനാലിസിസിൽ വിദേശ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഒരു ആർട്ടിക്കിൾ എഴുതിയത്. ഈ ആർട്ടിക്കിൾ എഴുതിയതുമായി ബന്ധപ്പെട്ടാണല്ലോ, അല്ലാതെ ശശി തരൂർ ഏതെങ്കിലും പത്രസമ്മേളനം വിളിച്ചോ KPCC-യിൽ ആരെങ്കിലും കുറ്റം പറഞ്ഞോ ഈ കോൺഗ്രസ് നേതാക്കളെ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടോ അല്ല. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ടിൽ ഇടതുപക്ഷത്തിനെ വിമർശിക്കുകയുണ്ട്. ആ വിമർശനം എടുക്കാതെ ഇത് മാത്രം കോൺസെൻട്രേറ്റ് ഇതാ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് എന്തിനാണ് നമ്മുടെ സതീശൻ പറഞ്ഞത്? അതായത് ഇവിടെ വ്യവസായ അന്തരീക്ഷം ശരിയേ അല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ എവിടെയെങ്കിലും പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അത് തന്നെ നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ രണ്ടും കട്ട് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് എന്നിട്ട് ഇവര് ആ വ്യവസായ സമ്മേളനത്തിന് പോവുകയും ചെയ്തു. അപ്പം പിന്നെ ശശി തരൂരിനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ശശി തരൂരിനെ അവര് കീപ്പ് ചെയ്ത് അവര് ദേശീയ തലത്തിൽ ശശി തരൂരിനെ ഉപയോഗിക്കേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ് അവര് വേണ്ടത്. അത് ശ്രമിക്കാതെ ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് ഞാൻ ചോദിക്കട്ടെ, ഈ സതീശൻ തന്നെ ഉമ്മൻചാണ്ടി ഒരു സംശയം ദീപു ചോദിച്ചോട്ടെ. CPM-ലെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു ഇദ്മട്ടിൽ CPM-നെ പ്രതിസന്ധിയിലാക്കുന്ന മട്ടിൽ അഭിപ്രായം പറഞ്ഞിരുന്നെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കെതിരെ പ്രതിസന്ധിയിലുള്ള അഭിപ്രായം അല്ലല്ലോ ഇത്. എന്തെങ്കിലും എത്രയോ വട്ടം ശശി തരൂർ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ദീപുവിന് വല്ല അറിയാവുന്ന കാര്യമാണ്. അല്ല, ആ സമയത്ത് അവരത് തീരുമാനം എടുക്കട്ടെ. നമ്മുടെ കയ്യിലല്ലോ. നിങ്ങൾ ഈ വിഷയം ചോദിച്ചോണ്ടല്ലേ ഞങ്ങൾ ഉത്തരം പറയും. അതെ, അതൊക്കെ ശരിയാണ്. അപ്പൊ ഈ കാര്യം ഒരു കാര്യം പറയട്ടെ. അതായത് ഈ കാര്യം ഇതിനകത്ത് ശശി തരൂർ ഈ വിഷയം വ്യവസായത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടല്ലേ, അല്ലാതെ CPM നല്ലതാണെന്നല്ലല്ലോ അദ്ദേഹം പറഞ്ഞത്. മറ്റേത് പറഞ്ഞത് ബംഗാളിലെ അവസ്ഥ അദ്ദേഹം CPM-നെ രൂക്ഷമായി രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും കാണാൻ ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്ത് ഈ ഉമ്മൻചാണ്ടി സർക്കാരിനെ ഏറ്റവും കൂടുതൽ വേട്ടയാടിയത് CPM ആണോ, VD സതീശനാണോ, VM സുധീരനാണോ? ഇവര് രണ്ടുപേരും, സതീശൻ എന്തൊക്കെയാണ് പറഞ്ഞത്? ഉമ്മൻചാണ്ടി ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? KC ജോസഫ് ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഉമ്മൻചാണ്ടിയുടെ അത്തരത്തിൽ എന്തെങ്കിലും സതീശൻ തരൂര് പറഞ്ഞോ? അവരുടെ പാർട്ടിയിൽ. അപ്പൊ അങ്ങനെയൊന്നും പറയാതെ ഇവരുടെ പാർട്ടി തന്നെ ഉള്ളവർ ഇത്രയും വൃത്തികേടാക്കി ഉമ്മൻചാണ്ടിയെ 4 കാലി വാരി ഭിത്തിയിലടിച്ചിട്ട് വീണ്ടും വന്നിരുന്ന തരൂരിനെ പറയുന്നത് അല്ല, ഞാൻ സ്നേഹം കൊണ്ടല്ല, ഈ സത്യം പറയണ്ടേ. നിങ്ങളൊരു കാര്യം ചോദിച്ചു, ഞങ്ങൾ അതിന് ഉത്തരം പറയുന്നു. വ്യക്തമാണ്. ശ്രീ പ്രേമനാണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ പ്രേമൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം.
ശശി തരൂര് BJPയിലേക്ക് പോകാനാ സാധ്യത. തരൂരിന് അങ്ങനെ BJPയിൽ പോകാൻ കഴിയുമോ? തരൂർ ഈ സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തിനെതിരെയൊക്കെ അതിരൂക്ഷമായ രീതിയിലൊക്കെ പുസ്തകങ്ങളും ലേഖനങ്ങളും ഒക്കെ എഴുതുകയും പാർലമെന്റിൽ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളല്ലേ? രാഷ്ട്രീയമല്ല സാർ, ഏത് സമയത്ത് എങ്ങനെ വേണമെങ്കിൽ ഒന്നും അതൊക്കെ ശരിയാണ്. പക്ഷേ എന്നാലും മറ്റു രാഷ്ട്രീയക്കാരിൽ വ്യത്യസ്തനായി ഇങ്ങനെ ആശയപരമായ പുസ്തകങ്ങൾ എഴുതുന്ന രീതിയിലൊക്കെയാണല്ലോ പുള്ളിക്ക് അന്താരാഷ്ട്ര തലത്തിൽ പ്രസക്തിയൊക്കെ ഉള്ളത്. അങ്ങനെയൊക്കെയുള്ള ഒരാളിന് ഈ അങ്ങനെ ഒരു പ്രത്യയശാസ്ത്രവുമായി ചേർന്ന് പോകാനൊക്കെ കഴിയുമോ? ആ മനുഷ്യന്റെ അഭിപ്രായം തന്നെ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടാ എല്ലാ കാര്യത്തിലും. ശരി, നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഉണ്ണികൃഷ്ണനാണ് പോത്തൻകോട് നിന്നും. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് പറയാം. എന്ത് പറയാന്, ഇതിപ്പോ പുള്ളിക്കാരനെ കുറെ കാലമായിട്ട് കോൺഗ്രസ്സുകാരെല്ലാരും കൂടെ അവഗണിച്ചിട്ടേക്കായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ വിചാരിച്ചു ഒരു വെടി പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്തായാലും എന്നെ 4 പേര് അറിയും, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് എന്നെ ശ്രദ്ധിക്കപ്പെടുമെന്ന് വിചാരിച്ചു. പിന്നെ തൊട്ടുമുമ്പ് വിളിച്ച ദേവു ഇന്നലെ ഒരു 15 മിനിറ്റോളം നമ്മളെ മരുമായിട്ട് യുദ്ധമായിരുന്നു. പാവപ്പെട്ട ആശാവർക്കർമാർക്കെതിരെ. ശരി ശ്രീ ഉണ്ണികൃഷ്ണൻ, ഞാൻ എന്തായാലും ഇന്നലെ ഇല്ലായിരുന്നു, ഞാൻ അവധിയായിരുന്നു ഇന്നലെ. ശരി, നമുക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞോളൂ. ഇന്നലത്തെ കാര്യത്തിനകത്ത് 3-4 ദിവസമായിട്ട് വിളിച്ചിട്ട് കിട്ടാതെയാണ്. ശരി, അല്ല ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞോളൂ. ഉണ്ണികൃഷ്ണൻ അഭിപ്രായം കേൾക്കാം. അല്ല, ആ പുള്ളിക്കാരൻ ഇത്രയും ദയനീയമായിട്ട് ആ ആശാവർക്കർമാരെ കുറിച്ച് ഇന്നലെ പറഞ്ഞു കേട്ടപ്പോ ഒന്ന് സംസാരിക്കാൻ പോലും പറ്റിയില്ല. ശരി ശ്രീ ഉണ്ണികൃഷ്ണൻ, നമുക്ക് ഇന്നലെ നടന്ന ചർച്ചയെ കുറിച്ചും വ്യക്തികളുടെ അഭിപ്രായത്തെ കുറിച്ചും അല്ല പറയട്ടെ. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് മറ്റ് പ്രേക്ഷകരുണ്ട്. സ്റ്റീഫനാണ് നെയ്യാറ്റിൻകരയിൽ നിന്നും. ശ്രീ സ്റ്റീഫൻ, താങ്കൾ എങ്ങനെയാണ് ശശി തരൂരിന്റെ ഈ നീക്കത്തെ കാണുന്നത്? സാർ പറഞ്ഞോളൂ. ഈ ശശി തരൂര് 4 പ്രാവശ്യം ഇവിടെ MP ആയി. അങ്ങേര് 540 പാർലമെന്റ് അംഗങ്ങളിൽ ഏറ്റവും കഴിവുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടിയോ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്യാതെ വല്ല ഘടകത്തിലും ഇവിടെ വന്ന് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് അഭിപ്രായം പറഞ്ഞിട്ട് മറ്റ് രാജ്യങ്ങളിൽ പോകുന്നതിന് വേണ്ടി ഉള്ള ഒരു പ്രിവിലേജാണ് ഈ MP സ്ഥാനം. അദ്ദേഹം കേരളത്തേക്ക് എന്തെങ്കിലും ചെയ്യാതെ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഈ കോൺഗ്രസ്സുകാരെ മോശക്കാരാക്കുന്ന ഒരു നിലപാട് അങ്ങനെ ഇനിയെങ്കിലും മതിയാക്കുന്നതാണ് നല്ലത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ രാമേന്ദ്രനാണ് വയനാട് നിന്നും. ശ്രീ രാമേന്ദ്രൻ, താങ്കൾക്ക് പറയാം. ഹലോ സാർ, പറഞ്ഞോളൂ. തരൂർ സാർ പറഞ്ഞ സത്യമല്ലേ സാറേ? തരൂർ സാർ പറഞ്ഞത് സത്യം പറഞ്ഞത് ഇവിടെ സ്ഥാനത്തുള്ള കണ്ടിട്ടാണ്. തരൂർ സാർ സത്യത്തിൽ പാസ് നിൽക്കുന്ന ആളാണ്. ശരി, ഓക്കെ. കോൺഗ്രസ് ശ്രീരാജ് എന്താ പറഞ്ഞോളൂ. കോൺഗ്രസ്സുകാരനായിട്ട് പാർട്ടിക്കാരനായിട്ട് തരൂർ സാറിനെ കാണരുത് ഒരിക്കലും. കോൺഗ്രസിന്റെ മത്സരിച്ച് കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ നിന്ന് ജയിക്കുകയും കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുകയും ഒക്കെ ചെയ്ത ഒരാളെ കോൺഗ്രസ്സുകാരനായി കാണരുതെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്? തരൂർ സാറിന് ഒരു പാർട്ടി എന്താ സാർ, നമ്മൾ പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടി ജനങ്ങൾക്ക് വേണ്ടിട്ടല്ലേ? ശ്രീ രാമേന്ദ്രൻ, അതൊക്കെ ശരിയാണ്. 4 തവണ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് കോൺഗ്രസ്സുകാരുടെ വിയർപ്പിന്റെ കൂടി ഫലമല്ലേ അദ്ദേഹം MP ആയത്. കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനാവാനൊക്കെ മത്സരിച്ച ആളെ കോൺഗ്രസ്സുകാരനായി കാണരുതെന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണ്. എന്റെ സാറെ, കോൺഗ്രസ് എന്ന് പറയുന്നത് കോൺഗ്രസും മാർക്സിസ്റ്റും BJP ആരോ ആയിക്കോട്ടെ, ജനപക്ഷത്ത് നിൽക്കുന്നതാണ് ശരിക്കുള്ള നേതാവ്. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ രാജനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ രാജൻ, താങ്കൾക്ക് പറയാം. ശശി തരൂർ സാറ് ഇന്ത്യൻ പാർലമെന്റിൽ എത്തുന്നത് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചിട്ടാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ UDF അംഗമായിട്ട് MP ആയതാണ്. അതെ. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മരണത്തെ തുടർന്ന് എത്രയോ കോലാഹലങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെല്ലാം കോൺഗ്രസ്സുകാരാണ് പഴികേട്ടത്. ഇത്രയെല്ലാം സഹിച്ചിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നേതൃത്വമില്ല. അത് ശരിയല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിമർശിക്കുന്ന ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്ത് പറയാ ഇതൊന്നും ഒരു MP യോജിച്ചതല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരള ഘടകത്തിന് നേതാക്കന്മാർ ഇല്ലെങ്കിൽ ആ നേതാക്കന്മാരെ വെച്ചിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ശശി തരൂർ MP ആയത് തിരുവനന്തപുരത്ത് നിന്ന്. എത്രയോ കോൺഗ്രസ് പ്രവർത്തകർ കഷ്ടപ്പെട്ട് രാവും പകലും കഷ്ടപ്പെട്ടിട്ടാണ് അയാൾക്ക് വോട്ട് വാങ്ങി കൊടുത്തത്. പക്ഷേ കോൺഗ്രസിന്റെ പ്രവർത്തകര് ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗവൺമെന്റിന്റെ എതിരെ അവർക്ക് സപ്പോർട്ടായിട്ട് MP ഒരു കുറിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ തുടർച്ചയായി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് ചോദിക്കുന്നത് അടക്കം കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. എന്തായാലും പറഞ്ഞല്ലോ. ശ്രീ രവിയാണ് എറണാകുളത്ത്. ശ്രീ രവി, താങ്കൾക്ക് പറയാം. ഹലോ, അതെ സാർ, അത്
പ്രതിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണപക്ഷം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ലതും ചീത്തയൊക്കെ തിരിച്ചറിഞ്ഞു പറയാൻ കഴിവുള്ളവരായിരിക്കണം. അദ്ദേഹം പറഞ്ഞതിന് അങ്ങനെ കണ്ടൂടെ? പറഞ്ഞോളൂ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പ്രതിപക്ഷത്തിരിക്കുന്നവരും നല്ലത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. എപ്പോഴും ഭരണപക്ഷം നല്ലത് ചെയ്താൽ തന്നെ അംഗീകരിക്കുകയും മോശം ചെയ്താൽ വിമർശിക്കുകയും ചെയ്യുന്നവർ തന്നെ ആയിരിക്കണം പ്രതിപക്ഷം. അത് എപ്പോഴും അങ്ങനെ ആയിരിക്കണം. അതിനപ്പുറത്തേക്ക് ചെയ്യുന്നത് ശരിയല്ല താനും. കൊല്ലത്ത് നിന്ന് ശ്രീ നസീറാണ്. ശ്രീ നസീർ, താങ്കൾ എങ്ങനെയാണ് ഈ തരൂരിന്റെ നീക്കത്തെ വിലയിരുത്തുന്നത്? മറ്റ് പാർട്ടിയിലേക്ക് പോകാനാണോ അതോ മറ്റെന്തെങ്കിലും കോൺഗ്രസിനുള്ളിൽ ലക്ഷ്യമിട്ടാണോ? ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ശ്രീ ശശി തരൂരിനെ നമ്മുടെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ചിന്തിക്കണമെങ്കിൽ നമ്മളൊരു വിശ്വപൗരൻ എന്ന ഒരു പദവി ചാർത്തിക്കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വർഷങ്ങളോളം ഇന്ത്യ ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു അപജയം നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഈ അപജയത്തിന് എന്ത് തന്നെയായാലും നല്ലൊരു സൊല്യൂഷൻ ആയിരുന്നു ഒരു ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ നമ്മുടെ ശശി തരൂർ. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ പറയാൻ കഴിയുമോ? കേരളത്തിൽ പോലും ശ്രീ നസീർ, കേരളത്തിൽ ഈ തിരുവനന്തപുരത്ത് പോലും അങ്ങനെ സംഘടനാ രീതിയിലെ പ്രവർത്തനങ്ങളിലോ അത്തരം കാര്യങ്ങളിലോ ഒന്നും കാര്യമായ ഇടപെടൽ നടത്താത്ത അങ്ങനെ ആ പരിചയമില്ലാത്ത ഒരാളെ ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ദീർഘകാലം MP ആയിട്ട് പോലും സംഘടനാ രംഗത്ത് കേരളത്തിലെ ഏതെങ്കിലും തരത്തിൽ പ്രവർത്തനം നടത്തുക, അങ്ങനത്തെ ഏതെങ്കിലും നേതൃത്വം ഏറ്റെടുക്കുകയൊന്നും ചെയ്താൽ നമ്മളാരും കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഒരാൾ വന്നാൽ നന്നാവും എന്നൊക്കെ പറയുന്നത് ഇത്തിരി കടന്നു കയ്യാവില്ലേ? അല്ല, ഒരു പരിധിവരെ ഒക്കെ നല്ലതാണ്. എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പ്രവർത്തന പരിചയത്തെ വില കൊടുക്കേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായം. അതൊക്കെ ശരിയാണ്, പ്രവർത്തന പരിചയത്തെ വില കൊടുക്കണം. പക്ഷെ സംഘടനയെ നയിക്കാൻ അങ്ങനെയുള്ള ശേഷി കൊണ്ട് കഴിയില്ലല്ലോ. സംഘടനയെ നയിക്കണമെങ്കിൽ സംഘടനാ പ്രവർത്തനത്തിന്റെ ശേഷി അത്തരം കാര്യങ്ങളും അദ്ദേഹത്തിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു ആസ് എ കോമൺ മാൻ എന്ന രീതിയിൽ ആൾക്കാരുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. അതിന് അനുയോജ്യമായ രീതിയിലുള്ള മറ്റെന്തെങ്കിലും സ്ഥാനങ്ങളോ പ്രവർത്തന മികവിനുള്ള അംഗീകാരമോ അല്ലെങ്കിൽ ഈ പരസ്യമായുള്ള 4 തവണ അദ്ദേഹത്തെ MP സ്ഥാനത്തേക്ക് കോൺഗ്രസ് മത്സരിപ്പിച്ചു. കോൺഗ്രസിന് അവസരം കിട്ടിയപ്പോൾ അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കി. സുഹൃത്തെ, ഓക്കെ, സംഘടനാപരമായിട്ടുള്ള ചില തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് മണ്ഡലത്തെ സംബന്ധിച്ചുള്ള ചില പ്രാദേശികമായ ഘടകങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണത്. എപ്പോഴും വിജയങ്ങളാണല്ലോ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോഴത്തെ ഈ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് ശശി തരൂർ എന്ത് തന്നെയായാലും അദ്ദേഹത്തിന്റെ കോൺഗ്രസിന് പ്രവർത്തനത്തിന് മങ്ങലേൽപ്പിക്കും. ഇനി ഈ കലക്കവെള്ളത്തിൽ മീൻപിടിക്കുക എന്ന രീതിയിൽ ഒരുപക്ഷെ മറ്റുള്ളവർ സംസാരിക്കുന്നത് ചിത്തവിഡിത്തമാണ്. കാര്യം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ല. ശ്രീ ഷാജു ആണ് അങ്കമാലിയിൽ നിന്ന്. ശ്രീ ഷാജു, താങ്കൾ എങ്ങനെയാണ് തരൂരിന്റെ നീക്കത്തെ കാണുന്നത്? ശ്രീ ഷാജു കേൾക്കാമോ? ശ്രീ മധു ആണ് പാലക്കാട് നിന്ന്. ശ്രീ മധു പറഞ്ഞോളൂ. നമസ്കാരം. സാറേ, ഞങ്ങൾ ഈ പാലക്കാട് പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, ഞാനൊക്കെ ചെറുപ്പത്തിലേക്ക് അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താണത്? കണ്ടത് പറഞ്ഞാലും കാര്യം പറഞ്ഞാലും കഞ്ഞിയില്ല എന്നാ പറയുക. അതായത് സത്യം പറയരുത്. അപ്പൊ നമുക്ക് സാറേ രാഷ്ട്രീയം ഏതോ ആയിക്കോട്ടെ, നല്ലതാരിയാലും നല്ലതിനെ അംഗീകരിക്കണം, ചീത്ത ആരിയതായാലും അതിനെ നമ്മൾ നിഷ്കരിക്കണം. എന്റെ പാർട്ടിക്കാരൻ ദോഷം ചെയ്തതിനെ ഞാൻ അംഗീകരിക്കുക, മറ്റുള്ള പാർട്ടിക്കാരൻ നല്ല ചെയ്ത അതിനെ നിരാകരിക്കുക, അത് തെറ്റായ ഒരു സന്ദേശമല്ലേ? പക്ഷെ കേരളത്തിലെ കോൺഗ്രസിന് നേതാക്കളില്ല എന്നൊക്കെ പറയുന്നത് നേതാക്കളുടെ എണ്ണം കൂടുതലായതുകൊണ്ടാണ് സാർ ഈ പ്രശ്നം. മുണ്ടൂരന്മാരൊക്കെ ഉള്ള കോൺഗ്രസ് അല്ലേ? ശരി, ഓക്കെ. സാറേ ഒരു സെക്കൻഡ് സാറേ, നമ്മളിപ്പോ ഇവിടെ BJP സർക്കാർ BJPയുടെ ഇലക്ഷൻ കഴിയുമ്പോഴേ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ കുറച്ച് സമയം എടുക്കുമ്പോൾ ഇവിടെ ഭയങ്കര ഒച്ചപ്പാടാണല്ലോ. ഇങ്ങനെ നമ്മൾക്കെല്ലാണ് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത്. ഇതാണ് BJPയുടെ വിജയം. കാരണം അവിടെ ജനകീയനാരാണ്, ജനപക്ഷത്താരാണ്, ജനങ്ങൾ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്ന ആരാണ്, അവരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ഇതല്ലാതെ ഇലക്ഷൻ 1 വർഷം കഴിഞ്ഞിട്ട് ഒന്നുമില്ല തമ്മിൽ ഇപ്പോഴേ ശ്രീ ബാബു, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇദ്ദേഹത്തെ എന്തടിസ്ഥാനത്തിലാണ് വിശ്വപൗരൻ എന്ന് പറയുന്നത്? അദ്ദേഹം US സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് തോറ്റ ആളാണ്. അദ്ദേഹത്തിന്റെ വിശ്വപൗരത്വം കേരളത്തിലേക്കോ ഇന്ത്യയിലേക്കോ എന്ത് ഗുണം ഉണ്ടാക്കിയിട്ടുണ്ട്? അദ്ദേഹത്തിന് കേരളത്തിന്റെ കൾച്ചറോ ജോഗ്രഫിയോ അറിയോ? പിന്നെ എന്തടിസ്ഥാനത്തിൽ അദ്ദേഹം കേരളത്തിലെ നേതാവാണ്, ഞാൻ സ്വയം നേതാവാണ്, സർവേ എനിക്ക് അനുകൂലമാണെന്ന് പറഞ്ഞ് നടക്കുന്നത്? അദ്ദേഹം വിശ്വപൗരനൊന്നുമല്ല. ആ പറയുന്ന പ്രയോഗം തെറ്റാണ്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സിനെ പറ്റി പറയുന്നില്ല. അദ്ദേഹത്തെ വിശ്വപൗരൻ എന്ന് പറഞ്ഞ് ഉയർത്തിക്കാണിക്കുന്നില്ല. ഓരോരുത്തർ ഇങ്ങനെ പറയുന്നതാണ്. അങ്ങനെ അദ്ദേഹം അങ്ങനെ ഒരു പോസ്റ്റിൽ നിന്ന് ചില ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് മത്സരിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയ ആൾ എന്ന നിലയ്ക്ക് പറയുന്നത്. അദ്ദേഹത്തിന് കുറച്ച് ഇംഗ്ലീഷ് അറിയാം, സമ്മതിക്കുന്നു.
അദ്ദേഹത്തിന് ഡിപ്ലോമാറ്റിക് കാര്യങ്ങളെ അറിയുള്ളൂ. അദ്ദേഹത്തിന് അല്ലാതെ കേരളത്തിന്റെ കൾച്ചറും കേരളത്തിന്റെ പൾസും ഒന്നും ശരി, അറിയില്ല. എന്തായാലും അങ്ങനെ തീരെ പൂർണ്ണമായും പറയാൻ കഴിയില്ല ശ്രീ ബാബു. അദ്ദേഹം 4 തവണ ജയിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തായാലും രാഷ്ട്രീയം നന്നായി അറിയുന്ന ആളല്ലെങ്കിൽ 4 തവണ ജയിക്കാൻ കഴിയില്ല. അങ്ങനെ എന്തായാലും ജയിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ വിമർശിക്കുന്നതിനെ തള്ളി പറയുകയും നല്ലതായി പറയുകയും ചെയ്യാം. ശ്രീ ചങ്ങനാശ്ശേരിയിൽ നിന്നും അജയകുമാറാണ്. ശ്രീ അജയകുമാർ, താങ്കൾക്ക് പറയാം. ശ്രീ കിരൺ, ഇവിടെ ശശി തരൂറിന് ശരിക്കും പറ്റിയ ഒരു അബദ്ധം, അദ്ദേഹം ഒരു ഏക കുടുംബ പാർട്ടിയിൽ പോയി അംഗമായതാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ ഏക വ്യക്തി പാർട്ടികളും ഏക കുടുംബ പാർട്ടികളും രാഷ്ട്രീയ പാർട്ടികളുമാണ്. രാഷ്ട്രീയ പാർട്ടികളായിട്ട് ഞാൻ കാണുന്നത് രണ്ടെണ്ണേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും, അത് പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്, അവരും ബിജെപിയും. ബാക്കിയെല്ലാം കുടുംബ പാർട്ടികളാണ്. കുടുംബവും അല്ലെങ്കിൽ വ്യക്തികളും ആശ്രിതമാക്കിയുള്ള പാർട്ടികളാണ്. അങ്ങനെ തന്നെയാണ് അത്. ഇന്ത്യ ഒരുപാട് കാലം ഭരിച്ച ഒരു പാർട്ടിയൊക്കെയാണ്. അതിന് അങ്ങനെ കുടുംബാധിപത്യമൊക്കെ അതിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും അങ്ങനെ ഒരു പാർട്ടിയെ പൂർണ്ണമായിട്ടും അങ്ങ് തള്ളിക്കളയാവുന്ന ഒരു പാർട്ടിയല്ലത്. ആ പാർട്ടിയെ തള്ളിക്കളഞ്ഞതല്ല. ആ പാർട്ടിയിലെ അഭിപ്രായങ്ങളും എങ്ങനെയാണ് അഭിപ്രായങ്ങളും വരുന്നതെന്നും അഭിപ്രായമില്ലാത്തവർ ഈ കുടുംബത്തിന് വെളിയിൽ അഭിപ്രായം എന്തുകൊണ്ട് അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ നരസിംഹറാവുവിന് ശേഷം വന്നത് ഇങ്ങോട്ട് പഠിക്കണം. നമ്മൾ അവിടം വരെ ജനാധിപത്യം പാർട്ടിയിൽ ഉണ്ടായിരുന്നു. ജനാധിപത്യ പാർട്ടി തന്നെയായിരുന്നു. ഇപ്പൊ ഏക കുടുംബ പാർട്ടിയാണ്. ആ കുടുംബത്തിന് വെളിയിലേക്ക് ഒന്നും പോകാൻ പറ്റത്തില്ല. നിസ്സാര ഒരു കാര്യം നോക്കി, ആ കുടുംബത്തിൽ നിന്ന് പിന്നീട് അതിനുശേഷം നിങ്ങൾ പറഞ്ഞ കണക്കിൽ വെച്ചിട്ടാണെങ്കിൽ അതിനുശേഷം പിന്നീട് ആരും അധികാരത്തിലേക്ക് വന്നിട്ടില്ല എന്നതുകൂടി ആലോചിക്കണം. എന്താണ് അധികാരം? ആത്യന്തികമായി ശ്രീ അജയകുമാർ, അധികാരം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ പോസ്റ്റ് പ്രധാനമന്ത്രി സ്ഥാനം തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. പ്രധാനമന്ത്രി സ്ഥാനത്തിന് അപ്പുറത്തേക്കുള്ള നിയന്ത്രണാധികാരം ഉണ്ട് എന്നൊക്കെ പറയുന്നതിലൊന്നും കാര്യമില്ല. പ്രധാനമന്ത്രി സ്ഥാനം തന്നെയാണ്. 10 വർഷം പ്രധാനമന്ത്രിയുടെ മുകളിൽ UPA അധ്യക്ഷ എന്നൊരു പ്രധാനമന്ത്രിയുടെ മുകളിലൊന്നുമല്ല ശ്രീ അജയകുമാർ. അതൊക്കെ നമുക്ക് പറയാമെന്ന് മാത്രമല്ല. നിങ്ങളുടെ പോസ്റ്റാണ്. പോസ്റ്റ് ഉറപ്പാണ്, പോസ്റ്റാണ്. പക്ഷെ എന്താണ് നമ്മൾ ഇനി അത് ചർച്ച ചെയ്ത് വരുന്ന സമയങ്ങളുണ്ട്. അതെന്തായിരുന്നു, എങ്ങനെയായിരുന്നു, നമ്മളെല്ലാം ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ള, നമ്മുടെ എല്ലാ ചാനലും ചർച്ച ചെയ്തിട്ടുള്ള, അതുകൊണ്ട് ഭാരം നിർത്താം. പാർട്ടി എന്ന് പറയുന്നത് ആ കുടുംബത്തിനകത്ത് നിൽക്കുകയാണ്. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കിയാൽ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഓക്കെ രാഹുൽ ഗാന്ധി. ഇപ്പൊ ഡെപ്യൂട്ടി ലീഡർ ആരാണ്? 2014 15 വന്ന ഒരു ആസാമിൽ നിന്ന് വന്ന എന്താണ് അരുൺ ഗൊഗോയ്. ഇവരുടെയൊക്കെ മുമ്പിലാണ് ശശി തരൂരിനെ പോലെയുള്ള ഒരു സ്റ്റാൾവാർട്ട് അവിടെ പോയി നിൽക്കുന്നത്. നിങ്ങൾ അദ്ദേഹത്തിന്റെ കഴിവുകളെ അംഗീകരിക്കുന്നില്ല. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അങ്ങനെ പാർട്ടിയിലൊക്കെ ആരാണ് കൂടുതൽ സീനിയോറിറ്റി എന്ന് വെച്ചാൽ ശശി തരൂരിനെ എത്രയോ കേരളത്തിലെ സീനിയറായ നേതാക്കന്മാരെയൊക്കെ മറികടന്നാണ് ശശി തരൂരിനെ MP സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതും കേന്ദ്രമന്ത്രിയായതൊക്കെ. അങ്ങനെയൊക്കെ എല്ലാ പാർട്ടിയിലും സീനിയോറിറ്റി മാത്രമല്ല, മറ്റു പല പരിഗണനകളും അദ്ദേഹത്തിനെ കൊണ്ടാൽ പാർട്ടിക്ക് ഗുണമുണ്ടാകുന്ന കാണുമ്പോൾ എല്ലാ പാർട്ടികളും അങ്ങനെയൊക്കെ ചെയ്യാറുള്ളതാണ്. ശ്രീ ഗഫൂറാണ് പട്ടാമ്പിയിൽ നിന്ന്. ശ്രീ ഗഫൂർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം സാറേ. ശശി തരൂരിനെ പോലുള്ള ഒരു നേതാവിനെ ഈ കോൺഗ്രസ് പാർട്ടിക്ക് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ ചരിത്രം എന്നെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു ഭരണാധികാരിക്ക് വേണ്ട എല്ലാ കഴിവുകളും ശശി തരൂരിനുണ്ട്. കാരണം എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരേപോലെ നോക്കിക്കാണാൻ കഴിവുള്ള ആളുകളാണ് ഭരണസ്ഥിര കേന്ദ്രങ്ങളിൽ ഇരിക്കേണ്ടത്. ആ ഒരു കഴിവ് 100% ശശി തരൂരിനുണ്ട്. ഇനി ഇന്ത്യയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ശശി തരൂരിന്റെ നേട്ടങ്ങളും ഓട്ടങ്ങളും നിങ്ങളൊന്ന് വിലയിരുത്ത്, പൊതുജനം വിലയിരുത്തട്ടെ. അതൊന്നും അല്ല ശ്രീ ഗഫൂർ. ശശി തരൂർ നല്ല നേതാവാണോ നല്ല മോശം നേതാവാണോ എന്നുള്ളതല്ല വിഷയം. ശശി തരൂരിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ അത് കോൺഗ്രസിനകത്ത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അല്ലാതെ തരൂര് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പോ കുറച്ച് മുമ്പേ കർണാടകത്തിൽ തെരഞ്ഞെടുപ്പ് വന്നു. അവിടെ എല്ലാവരും ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിന് നേരിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് VK ശിവകുമാർ ആണെങ്കിലും മറ്റേ മുഖ്യമന്ത്രി ആളാണെങ്കിലും സിദ്ധരാമയ്യ ആണെങ്കിലും ഇത് ജയിച്ചതിന് ശേഷമാണ് അവർ തല്ലുമത്താണ് കൂടുന്നത്. ഇത് നമ്മുടെ പാർട്ടി കോൺഗ്രസ് പാർട്ടി 10 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുക. പ്രദീപാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ പ്രദീപ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ തരൂരിന്റെ വിഷയത്തിൽ തന്നെ നിർത്തി പറഞ്ഞാൽ ഉപകാരമായിരുന്നു. തരൂരിന്റെ ലക്ഷ്യം എന്താണെന്നാണ് താങ്കളുടെ വിലയിരുത്തൽ? ശ്രീ ഷിബു ആണ് നെടുമങ്ങാട് നിന്നും. ശ്രീ ഷിബു, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? തരൂരിന്റെ ലക്ഷ്യം എന്താണ്? നമസ്കാരം സാർ. നമസ്കാരം. അപ്പൊ ഗാന്ധി കുടുംബത്തിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചതിന് ശേഷം ഇവർ കോൺഗ്രസിന്റെ കണ്ണിലെ കരടാണ് ഇദ്ദേഹത്തിന് ഈ പാർട്ടി തുടർന്നതിന്റെ പോകേണ്ട കാര്യമില്ല. ഇതിന് അർഹിച്ച സ്ഥാനം കിട്ടാൻ സാധ്യതയില്ല അദ്ദേഹത്തിന്. എന്താണ് ഒരു പാർട്ടി കൊടുക്കാവുന്ന എല്ലാ സ്ഥാനങ്ങളും തരൂരിന് കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു അർഹിച്ച സ്ഥാനം എന്താണ് കൊടുക്കുന്നത്? അത് പോരാ. എന്താണ് താങ്കൾ ഏത് സ്ഥാനമായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്? താങ്കൾക്ക് എന്ത് തോന്നുന്നു?
പ്രവർത്തക സമിതി കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ വേദി പ്രവർത്തക സമിതിയാണ്. ആ പ്രവർത്തക സമിതി അംഗത്വം തരൂരിന് കൊടുത്തു. അല്ലാതെ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിക്ക് മന്ത്രിസ്ഥാനമൊന്നും, അവർ ഭരണപക്ഷത്തായിരുന്നപ്പോൾ മന്ത്രിസ്ഥാനം കൊടുത്തു. തരൂരിൻ്റെ തന്നെ ചില കുഴപ്പങ്ങൾ കൊണ്ട്, വ്യക്തിപരമായ പ്രശ്നങ്ങൾ കൊണ്ടാണ് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടത്. അതിനുശേഷവും പിന്നീട് എല്ലാം പാർട്ടി ആ തരത്തിൽ തന്നെ തരൂരിനെ പ്രത്യേകമായി തന്നെ പരിഗണിച്ചു. പിന്നീട് എങ്ങനെയാണ് പ്രധാന സ്ഥാനം നൽകിയിൽ എന്ത് സ്ഥാനം കൊടുക്കാൻ പറ്റും? അദ്ദേഹത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കണം. എന്നിട്ട് കേരളത്തിലെ ഈ പാർട്ടിയെ മൊത്തം നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം മാറ്റി നിർത്തി കേരളത്തിലെ പാർട്ടിയിൽ സംഘടനാപരമായി ഒരിക്കലും ഇടപെടാത്ത ജനപിന്തുണ കൂടി കണക്കിലെടുക്കണം. അപ്പൊ ഈ ബാക്കിയുള്ളവരാരും ജനപിന്തുണ ഇല്ലാത്തവരാണോ? ഈ ബാക്കി അവരൊക്കെ മത്സരിച്ചല്ലേ ഈ ഇവിടെ ഇത്രയും കാലം കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്? അവരെല്ലാവരും മോശക്കാരാണോ? മോശക്കാരൊന്നുമില്ല. അവർക്ക് പ്രത്യേകം ജനങ്ങളെ മുമ്പിൽ വഹിക്കാൻ അവർക്കൊന്നും ഇല്ലല്ലോ. അവർക്ക് വഴിതടയിൽ ഹർത്താല്, വഴിതടയിൽ റോഡ് ഉപരോധം, ഇങ്ങനെയൊക്കെ. ഈ തരൂര് തിരുവനന്തപുരത്ത് MP ആവുന്നതിനപ്പുറത്തേക്ക് കേരളത്തിലെ കോൺഗ്രസിന് വേണ്ടി കോൺഗ്രസ് സംഘടന ശക്തിപ്പെടുത്താൻ അങ്ങനെ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുള്ള ആളാണോ? അല്ലെ തിരുവനന്തപുരത്തെങ്കിലും? അത് അങ്ങനെയൊന്നും ഇല്ല. എന്നാലും അത് കഴിവാണ് അന്നൊരു സ്ഥാനം കൊടുത്തത്. ഒരു കഴിവുള്ള വ്യക്തിയാണെന്ന് അന്നത്തെ നേതൃത്വത്തിൽ. എന്തായാലും അങ്ങനെ തരൂരിന് അങ്ങനെ ഇപ്പൊ ഈ ഷിബു പറഞ്ഞതുപോലെ അങ്ങനെ ഒരു തോന്നൽ തരൂരിന് അങ്ങനെ ഒരു പ്രതിച്ഛായ എന്തായാലും ഉണ്ട്. അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും. ശ്രീ ബിനു ആണ് ബിജുലയിൽ നിന്നും. ശ്രീ ബിനു, താങ്കൾ എങ്ങനെയാണ് തരൂരിനെ കാണുന്നത്? സാർ നമസ്കാരം. നമസ്കാരം. തരൂരിന്റെ നീക്കത്തെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇദ്ദേഹം കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന വികസനം, അത് ഏതോ സർക്കാരായിക്കോട്ടെ, ഇപ്പൊ ഇടതുപക്ഷം പ്രത്യേകിച്ച് പിണറായി വിജയൻ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസനം, ഇതിന്റെ നേട്ടങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് പറയേണ്ടി വരുന്നത്. ഇത് സ്വാഭാവികമായും ഉണ്ടാകുന്ന കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടാകുന്ന അസ്വസ്ഥതയാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ കാണേണ്ടതായിട്ടില്ല. ശരി, ഓക്കെ. ശ്രീ മൗസൂദനാണ് കൊല്ലത്തുനിന്ന്. ശ്രീ മൗസൂദനൻ, താങ്കൾ എങ്ങനെയാണ് തരൂരിന്റെ ഈ നീക്കം കാണുന്നത്? നമസ്കാരമുണ്ട്. പറ. അധികാരത്തിന് വേണ്ടിയുള്ള ഒരു ചാട്ടം എന്നുള്ള അല്ലാതെ വേറെ ഒന്നുമില്ല. ഇത് ഇവിടെ 10-20 വയസ്സ് ആയപ്പം അവര് പിന്നെ കോൺഗ്രസിൽ പ്രവർത്തിച്ച് പാരമ്പര്യവും കാര്യങ്ങളും ഒക്കെ ഉള്ള ആൾക്കാർ ഇപ്പോൾ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയെ പോലുള്ള ആൾക്കാർക്ക് ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പുള്ളിയെ അമേരിക്കയിൽ അങ്ങോട്ടൊക്കെ ചുറ്റി അടിച്ച് കറങ്ങി അടിച്ചു വന്ന് പാർട്ടിക്കാരനായിട്ട് സോണിയാഗാന്ധി എടുത്തുകൊണ്ട് വന്ന് വേണ്ടുന്ന സാധനങ്ങളും മാനങ്ങളും എല്ലാം കൊടുത്തു. അതിനിടയ്ക്ക് പുള്ളി ഭാര്യ മരിച്ച കേസുണ്ടായി. അതൊക്കെ താങ്ങി നിർത്തി ആരാ? കോൺഗ്രസ്സുകാരാ. ഇന്ന് ഞാൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരൊന്നും ഇല്ലായിരുന്നു, BJP-കാരില്ലായിരുന്നു. എല്ലാ അയാളെ സംരക്ഷിച്ചത് ഈ കോൺഗ്രസ്സുകാരാ. ഇപ്പൊ ആ കോൺഗ്രസിന്റെ പുറത്തോട്ട് വരാൻ പറ്റും. ആരും അംഗീകരിച്ചു സാറേ. അതുകൊണ്ട് അയാളെ BJP-യിൽ എവിടെയെങ്കിലും പോയി രക്ഷ പിടിക്കാമെങ്കിൽ പിടിക്കട്ടെ, പക്ഷെ രക്ഷ പിടിക്കത്തില്ല. വ്യക്തമാണ്. ശ്രീ രാജീവാണ് എറണാകുളത്ത്. ശ്രീ രാജീവ്, താങ്കൾ എങ്ങനെയാണ് തരൂരിന്റെ ഇപ്പോഴത്തെ നീക്കം എന്തായിട്ടാണ് കാണുന്നത്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹലോ സാർ പറഞ്ഞോളൂ. കേൾക്കാം, പറഞ്ഞോളൂ. ഇത് ശരിക്കും പറഞ്ഞു ഇത് കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങളാണ് ഇതിന് മെയിൻ ആയിട്ടുള്ളത്. ശശി തരൂരിനെ അയാൾ കൊണ്ടു വന്നത് കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടമല്ല, അത് തന്നെ കാര്യം. ശരി. ശ്രീ ബാലേന്ദ്രനാണ് പാലക്കാട് നിന്ന്. ശ്രീ ബാലേന്ദ്രൻ, താങ്കൾ എങ്ങനെയാണ് തരൂർ എന്തായിരിക്കും ലക്ഷ്യം വെക്കുന്നത്? ശ്രീ രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ശശി തരൂർ എങ്ങോട്ടാണ് പോക്ക്? നമസ്കാരം. നമസ്കാരം. ഇപ്പൊ എന്താ വെച്ചാൽ നമുക്കിപ്പോ പറയാനുള്ളത് 4ാമത്തെ ഒരു മുഖ്യമന്ത്രിയായി ഇപ്പൊ കോൺഗ്രസിന്റെ കേരളത്തിലെ. 3 പേര് ഓൾറെഡി ഉണ്ടായിരുന്നു. ഇപ്പം 4ാമത്തെ ശശി തരൂരും വരുവാണ്. അടുത്ത പ്രാവശ്യം കേരളം. ആരൊക്കെയാണ് 3 പേർ താങ്കൾ കാണുന്നത്? 3 പേര് നമ്മുടെ സതീശനെ, രമേശ് ചെന്നിത്തല, പിന്നെ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് ഇവിടെ ഇരിക്കട്ടെ. 4ാമത്തെ ഒരു മുഖ്യമന്ത്രി കൂടെ ഇരിക്കട്ടെ. കാരണം കേന്ദ്രം ഒന്നും ഇനി ഒരിടത്തും സംസ്ഥാനങ്ങളൊന്നും കിട്ടിയല്ല. ഇപ്പൊ കേരളം കൊണ്ട് കിട്ടുന്ന ഒരു പ്രതീക്ഷ. ഇപ്പൊ എവിടെയെങ്കിലും ഒരു നല്ല സ്ഥാനം കൊടുത്തില്ലേ പുള്ളി ആകപ്പെടെ കഷ്ടത്തിലാക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ മിത്രവും ഇവരും വിജ്ഞാനമുള്ള ഒരു പാർട്ടിയായിരുന്നു കോൺഗ്രസ്. ഇവിടെ നല്ല ഒരിടത്തും കോൺഗ്രസ് നല്ല നല്ല ആൾക്കാരെ, കഴിവുള്ള ആൾക്കാരെ ഒന്നും കൊണ്ടുവരുന്നില്ല, കൊണ്ടുവരുന്നില്ല. കോൺഗ്രസ് കൊണ്ടുവന്ന ആളാണ് ശശി തരൂര്. അല്ല, അങ്ങനെ കാര്യമില്ല സാറേ. ഈ പുള്ളിയൊക്കെ എവിടെ ഇരിക്കേണ്ട ആളാണെന്ന് അറിയാം. എന്ത് നല്ല അധികാരമുള്ളപ്പോൾ പ്രധാനപ്പെട്ട സ്ഥാനം കൊടുത്തിരുത്തിയില്ലേ? ഏതെല്ലാം സ്ഥാനം MP ആയിട്ടുണ്ടോ? പിന്നെ കേന്ദ്രത്തിലെ ആ ഒരു സ്ഥാനമല്ലേ ഉള്ളൂ. വേറെ കേന്ദ്രമന്ത്രി പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ എന്ത് സ്ഥാനമാണ് കൊടുക്കുന്നത്? പ്രതിപക്ഷത്തിരിക്കുമ്പോ അല്ല, ആ ഭരണം ഉണ്ടായിരുന്ന സമയം ഉണ്ടല്ലോ പുള്ളി. ഭരണം ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തെ മന്ത്രിയാക്കിയില്ലേ? അല്ല, എവിടെ കേന്ദ്രത്തിൽ മന്ത്രിയാക്കിയില്ലേ അദ്ദേഹത്തെ? അല്ല, ഇപ്പൊ അതെന്താ പുള്ളി പറയുന്നത് ഒന്നും ആക്കിയിട്ടില്ലല്ലോ. പുള്ളിയുടെ ആക്കിയിട്ടില്ല എന്നൊന്നും പറയുന്നില്ല. പുള്ളി ഇപ്പോഴും വേണമെന്നൊക്കെ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് എത്രത്തോളം ഓരോ അവകാശവാദങ്ങളും കാണുമല്ലോ. ശരി. ശ്രീ ബിനു ആണ് തിരുവനന്തപുരത്ത്. ശ്രീ ബിനു, താങ്കൾ എങ്ങനെയാണ് ശശി തരൂരിന്റെ നീക്കം എന്തായിരിക്കും? സാറേ, ഞാൻ 4 പ്രാവശ്യവും ഞാൻ പുള്ളിയുടെ ബൂത്ത് ഇന്നേജന്റ് ആയിട്ടൊക്കെ ഇരുന്ന് കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടാണ്. ബൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനാണോ? കോൺഗ്രസിന്റെ പ്രവർത്തനാണ് പുള്ളിക്ക്. എവിടെയാണ്? തിരുവനന്തപുരത്ത് എവിടെയാണ്?
ആര്യങ്കോട് പഞ്ചായത്ത് ചെലമ്പ്ര വാർഡില് കോൺഗ്രസിന്റെ ഏത് ഘടകത്തിലാണ് വർക്ക് ചെയ്യുന്നത്? അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈപ്പത്തിയിലെ ഇതിൽ തന്നെ, അല്ല വേറെ ഘടകത്തിലൊന്നും അല്ല. കോൺഗ്രസിന്റെ ഏത് ബ്ലോക്ക് കമ്മിറ്റി ആണോ അതോ വാർഡ് കമ്മിറ്റി? ബൂത്ത് പ്രസിഡന്റ്. അതെ 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 പറഞ്ഞോളൂ. അപ്പൊ പുള്ളി ഇപ്പൊ നല്ല രീതിയിൽ ഇറക്കി വെച്ചൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞതിന്റെയാണ്. ഇനി പുള്ളി മാറിപ്പോയാൽ PC ചാക്കോരെയും KV തോമസിന്റെ PC ചാക്കോരൊക്കെ ഗതികളാവും ഇനി. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മസൂദനാണ് ബാംഗ്ലൂരിൽ നിന്ന്. ശ്രീ മസൂദൻ, താങ്കൾക്ക് പറയാം. നമസ്കാരം. ഞാൻ പ്ലാത്ര സ്വദേശിയാണ്, ഇപ്പൊ ബാംഗ്ലൂരിലാണ്. അപ്പൊ ശശി തരൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ വളരുന്ന തലമുറക്കും അതും എല്ലാ കാര്യത്തിലും ഒരു പ്രത്യേകിച്ച് നമ്മളൊരു നേതൃസ്ഥാനത്തേക്ക് എത്തുന്ന ആൾക്കാർ വളരെ ഭാഷാ പ്രാവീണ്യം എല്ലാ ഭാഷകളും കൈകാര്യം ചെയ്യാൻ ഒരു കഴിവുണ്ടാകുന്ന കാര്യത്തിൽ വളരെ നിശ്ചയം പറയാൻ പറ്റും. ശരി, അതുപോലെ ശശി തരൂർ, ഞാനൊരു CPM പ്രവർത്തകനാണ്. പക്ഷെ എന്നാൽ കൂടി നമ്മുടെ CPM-ലേക്ക് അദ്ദേഹം വന്നിട്ട് അതിനേക്കാളും ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നേതൃത്വത്തിൽ എത്തിയിട്ട് നമ്മുടെ നല്ല നേതൃത്വ സ്ഥാനത്ത് എത്തിക്കൊണ്ട് തന്നെ ശക്തമായ CPM-ന്റെ ഒരു പ്രതിപക്ഷ സ്ഥാനത്തോ അല്ലെങ്കിൽ ഇവിടെ ആ ഒരു ഇതിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രം നമ്മുടെ നാടിന് നല്ലൊരു പുരോഗതി ഉണ്ടാകും. കാരണം വരും തലമുറക്ക് ഒരു നല്ലൊരു നവകേരള സൃഷ്ടിക്കായിട്ട് നല്ലൊരു കഴിവ് പ്രകടിപ്പിക്കും കാഴ്ചവെക്കുന്നതിൽ ആത്മാർത്ഥമായി പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് ഉണ്ടായത്. തരൂരിനെ അനുകൂലിച്ചും തരൂരിനെ അതിനിശിതമായി തന്നെ വിമർശിച്ചും ഒക്കെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായി. കോൺഗ്രസിൻ്റെ ടിക്കറ്റിലാണ് തരൂർ മത്സരിച്ചത്, കോൺഗ്രസ്സുകാരാണ് ജയിപ്പിച്ചതെന്ന് ഓർമ്മ വേണമെന്ന് കോൺഗ്രസിൻ്റെ പ്രവർത്തകരടക്കം പറയുമ്പോൾ തരൂരിൻ്റെ അഭിപ്രായങ്ങൾ സർക്കാരിനെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമല്ലേ എന്ന് ഇടതുപക്ഷത്തു നിന്നുള്ള പ്രവർത്തകരും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നു. ഇതൊന്നുമല്ലാതെ രാഷ്ട്രീയം, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഇല്ലാത്ത പ്രവർത്തകർ മറ്റ് അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നാളെയും ഇതേ സമയം News 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.